അതുകൊണ്ട് നമ്മൾ ഈ രാത്രിയിൽ വിശുദ്ധ കുർബാനയുടെ വിലയെപ്പറ്റി ചിന്തിക്കാൻ പോവുകയാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, എനിക്ക് എല്ലാ കൺവെൻഷൻ വേദികളിലും ദൈവം ഇത് പറയണമെന്ന് എന്നോട് പറഞ്ഞിട്ടുള്ളതാണ്. അതുകൊണ്ടാണ് ഞാൻ ചിലപ്പോൾ ചില കാര്യങ്ങൾ ആവർത്തിക്കേണ്ടി വരുമോ എന്ന ഭയം എൻ്റെ ഉള്ളിലുണ്ടെങ്കിലും ഞാനിത് പറയാൻ നിർബന്ധിതനാവുന്നത്. കാരണം ഒരൊറ്റ കൺവെൻഷൻ വേദികളിൽ ഇത് പറയാതെ കൺവെൻഷൻ അവസാനിപ്പിക്കരുതെന്ന് ദൈവം പ്രത്യേകം ഈ ശുശ്രൂഷയ്ക്ക് നിർദ്ദേശം തന്നിട്ടുള്ളതാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, എനിക്ക് ഏറ്റവും കൂടുതൽ ഞാൻ വിചാരിക്കുന്നത് എങ്ങനെയാണ്, ഇത് പറയാൻ വേണ്ടിയാണ് ഞാൻ ജനിച്ചത്, ഇത് പറയാൻ വേണ്ടിയാണ് ഞാൻ മരിക്കാതിരിക്കുന്നത് എന്നാണ് എൻ്റെ വിശ്വാസം. കാരണം ഞാൻ ഈ പറയാൻ പോകുന്ന വിഷയത്തിൽ അനേക നാളുകൾ വലിയ ആഴമായ ബോധ്യമുണ്ടായിരുന്ന ഒരാളല്ല ഞാൻ. എന്നാൽ ദൈവം ഒരു പ്രത്യേക സാഹചര്യത്തിൽ പരിശുദ്ധ കുർബാനയുടെ ശക്തി എന്താണെന്ന് എനിക്ക് വെളിപ്പെടുത്തി തന്നതിന് ശേഷം എൻ്റെ ജീവിതത്തിൽ ഇന്ന് ഏറ്റവും കൂടുതൽ ഞാൻ ആശ്രയിക്കുന്ന ആയുധം വിശുദ്ധ കുർബാനയാണ്. നമുക്ക് ആമുഖങ്ങൾ പറഞ്ഞ് സമയം കളയേണ്ട. ഞാൻ ഇതിനെ ഏതാണ്ട് 5 ഭാഗങ്ങളായിട്ട് തിരിക്കുകയാണ്. ഒന്നാമത്തെ ഭാഗം ഇതാണ്: വിശുദ്ധ കുർബാനയെക്കുറിച്ച് ഈശോ എന്ത് പറയുന്നു. രണ്ടാമത്തെ ഭാഗം: വിശുദ്ധ കുർബാനയെക്കുറിച്ച് പിശാചിന് എന്തെങ്കിലും പറയാനുണ്ടോ. മൂന്നാമത്തേത്: വിശുദ്ധ കുർബാനയെക്കുറിച്ച് ശാസ്ത്രം എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടോ. നാലാമത്തേത്: വിശുദ്ധ കുർബാന എന്തുകൊണ്ടാണ് നമ്മൾ മാനിക്കേണ്ടത്, എന്തുകൊണ്ടാണ് ഇതിൽ സംബന്ധിക്കേണ്ടത്, അതിന് നിങ്ങൾക്ക് വിശ്വസിക്കാവുന്ന ചില കാരണങ്ങൾ ഞാൻ നിങ്ങളോട് പറയാം. അഞ്ചാമത്തേത്: നമ്മളിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നതും ഒരിക്കലും ചെയ്യരുതാത്തതുമായ ചില നടപടിക്രമങ്ങളുണ്ട്. നമുക്ക് പെട്ടെന്ന് പോകാം, നേരമില്ല. ഒന്നാമത്തേത്: വിശുദ്ധ കുർബാനയെക്കുറിച്ച് ഈശോ എന്ത് പറയുന്നു. ഈശോ പറയുന്ന കാര്യങ്ങൾ പഠിക്കാൻ വേണ്ടി നമ്മൾ എടുക്കുന്ന വചനഭാഗമാണ് യോഹന്നാന്റെ സുവിശേഷം 6-ാം അധ്യായം. യോഹന്നാൻ 6-നെ താഴെ പറയുന്ന വിധത്തിൽ വിഭജിക്കാം. 1, ഈശോ അപ്പം വർദ്ധിപ്പിക്കുന്നു. ഉറക്കെ പറഞ്ഞോ, ഈശോ അപ്പം വർദ്ധിപ്പിക്കുന്നു. 2, ഈശോ വെള്ളത്തിന്റെ മീതെ നടക്കുന്നു. ഉറക്കെ പറഞ്ഞേ, ഈശോ വെള്ളത്തിന്റെ മീതെ നടക്കുന്നു. 3, ഈശോ പറയുന്നു, ഞാനാണ് ജീവന്റെ അപ്പം, എൻ്റെ ശരീരം ഭക്ഷിക്കുകയും എൻ്റെ രക്തം പാനം ചെയ്യുകയും ചെയ്യുന്നില്ലെങ്കിൽ നിങ്ങൾക്ക് നിത്യജീവൻ ഉണ്ടായിരിക്കുകയില്ല. മൂന്നാമത്തേത് ഈശോ എന്ത് പറഞ്ഞു? ഞാനാണ് ജീവന്റെ അപ്പം, എൻ്റെ ശരീരം ഭക്ഷിക്കുകയും എൻ്റെ രക്തം പാനം ചെയ്യുകയും ചെയ്തില്ലെങ്കിൽ നിങ്ങൾക്ക് നിത്യജീവൻ ഉണ്ട്. 4, ഇത് കേട്ടിട്ട് ഒരു കൂട്ടം ആളുകൾ ഇറങ്ങിപ്പോകുന്നു. 5, ഈശോയുടെ പ്രതികരണം. 5 കാര്യങ്ങൾ പെട്ടെന്ന് പറയാം. ഒന്നാമത്തേത്, ഈശോ പറയുന്നു ഞാനാണ്. ഈശോ അപ്പം വർദ്ധിപ്പിക്കുന്നു. പ്രിയപ്പെട്ടവരെ, അപ്പം വർദ്ധിപ്പിക്കുന്ന ഭാഗത്തെ പറ്റി ഒരുപാട് കാര്യങ്ങൾ എനിക്ക് പറയാനില്ല. ഒറ്റ കാര്യം പറഞ്ഞാൽ മതി, ഒറ്റ കാര്യം നിങ്ങൾ അറിഞ്ഞാൽ മതി. അത് ഇത്രയേ ഉള്ളൂ. അപ്പം വർദ്ധിപ്പിച്ചതിൻ്റെ പൊരുൾ എന്താണ്? അപ്പം വർദ്ധിപ്പിച്ച സംഭവത്തിലൂടെ ഈശോ പറയാൻ ആഗ്രഹിച്ചത് എന്താണ്? ഒറ്റ കാര്യമേ ഉള്ളൂ. ഈശോ പറയുകയാണ്, നിങ്ങൾ ഇപ്പോൾ 5 അപ്പം എൻ്റെ കയ്യിൽ തന്നു. അത് എത്ര ആയി? 5000-ഓ 10,000-ഓ ഒക്കെ ആയി. അപ്പോൾ നിങ്ങൾ എൻ്റെ കയ്യിൽ ഒരപ്പം വെച്ച് തന്നാൽ, ശ്രദ്ധിച്ച് കേൾക്കണേ, നിങ്ങൾ എൻ്റെ കയ്യിൽ ഒരപ്പം വെച്ച് തന്നാൽ എനിക്ക് ആ അപ്പത്തെ എനിക്കിഷ്ടമുള്ളതുപോലെ മാറ്റാൻ പറ്റും. ഇതാണ് അപ്പം വർദ്ധിപ്പിച്ച സംഭവത്തിൻ്റെ അർത്ഥം. ഈശോ പറയുകയാണ്, നിങ്ങൾ എൻ്റെ കയ്യിൽ ഒരപ്പം വെച്ച് തന്നാൽ ഞാൻ ആ അപ്പത്തെ എനിക്കിഷ്ടമുള്ളതുപോലെ രൂപാന്തരപ്പെടുത്തും. അതിനുള്ള കഴിവ് എനിക്കുണ്ട്. ഈ കാര്യത്തിൽ ആർക്കെങ്കിലും സംശയമുണ്ടോ? ഉണ്ടോ? ഈശോയുടെ കയ്യിൽ ഒരപ്പം വെച്ച് കൊടുത്താൽ ഈശോയ്ക്ക് അതിനെ വർദ്ധിപ്പിക്കാൻ പറ്റും, അല്ലെ മാറ്റാൻ പറ്റും, രൂപാന്തരപ്പെടുത്താൻ പറ്റും. സംശയമുണ്ടോ? ഇല്ല. അങ്ങനെയാണെങ്കിൽ അത് കഴിഞ്ഞു. 2, ഈശോ വെള്ളത്തിൻ്റെ മീതെ നടക്കുന്നു. നമുക്ക് വെള്ളത്തിലൂടെ സഞ്ചരിക്കുന്ന നമുക്ക് പരിചയമുള്ള ഒരു സാധനം വള്ളം, ബോട്ട്, കപ്പൽ ഇവയൊക്കെയാണ്. ഈ വള്ളം വെള്ളത്തിൻ്റെ മീതെ താണുപോകാതെ സഞ്ചരിക്കുന്നതിൻ്റെ കാരണം ശ്രദ്ധിച്ച് കേൾക്കണം, വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ഈ വള്ളം വെള്ളത്തിൽ താണുപോകാതെ വെള്ളത്തിന് മീതെ പൊങ്ങിക്കിടക്കുന്നതിൻ്റെ കാരണം വള്ളത്തിൻ്റെ മറ്റീരിയലിന്, വള്ളത്തിൻ്റെ ശരീരത്തിന് വെള്ളത്തിൽ പൊങ്ങിക്കിടക്കാവുന്നത് പോലെ ഒരു മാറ്റം വരുത്തി മനുഷ്യൻ. അതുകൊണ്ടാണ് അത് പൊങ്ങിക്കിടക്കുന്നത്. ഒരു വസ്തു വെള്ളത്തിൽ പൊങ്ങിക്കിടക്കുന്നതിൻ്റെ കാരണം ആ വസ്തുവിന് വെള്ളത്തിൽ പൊങ്ങിക്കിടക്കാൻ പറ്റുന്ന ഒരു ശാരീരിക പ്രത്യേകത ഉള്ളതുകൊണ്ടാണ്. സംശയമുണ്ടോ? വള്ളം വെള്ളത്തിൽ പൊങ്ങിക്കിടക്കുന്നതിൻ്റെ കാരണം വള്ളത്തിന് മാറ്റം വന്നതുകൊണ്ടാണ്, അല്ലേ? വെള്ളത്തിന് മാറ്റം വന്നുകൊണ്ടാണോ? അല്ല, വള്ളത്തിന് മാറ്റം വന്നുകൊണ്ടാണ്, അല്ലേ? അങ്ങനെയാണെങ്കിൽ ഈശോ വെള്ളത്തിൽ താണുപോകാതെ വെള്ളത്തിൻ്റെ മീതെ നടന്നു. അതാണ് യോഹന്നാന്റെ 6-ാം അധ്യായത്തിൻ്റെ 2-ാം ഭാഗം. ഈശോ വെള്ളത്തിൽ താണുപോകാതെ വെള്ളത്തിൻ്റെ മീതെ നടന്നു. അങ്ങനെയാണെങ്കിൽ ശ്രദ്ധിച്ചേ, ഈശോ വെള്ളത്തിൽ പൊങ്ങിക്കിടന്നു. ഈശോയ്ക്കാണോ മാറ്റം വന്നത്? വെള്ളത്തിനാണോ മാറ്റം വന്നത്? വള്ളം വെള്ളത്തിൽ പൊങ്ങിക്കിടന്നു. വള്ളത്തിനാണോ മാറ്റം വന്നത്? വെള്ളത്തിനാണോ മാറ്റം വന്നത്? വള്ളത്തിനോ വെള്ളത്തിനോ? വള്ളത്തിന്. ഈശോ വെള്ളത്തിൽ പൊങ്ങി നിന്നു. വെള്ളത്തിനാണോ മാറ്റം? ഈശോയ്ക്കാണോ മാറ്റം? ഈശോയ്ക്കാണ്. ആണല്ലോ, ഈശോയ്ക്കാണ്. ആണല്ലോ, അതെ. അങ്ങനെയാണെങ്കിൽ ശ്രദ്ധിച്ചേ, വെള്ളത്തിൻ്റെ മീതെ നടന്നുകൊണ്ട് ഈശോ ലോകത്തോട് പറയുകയാണ്, എനിക്ക് എൻ്റെ ശരീരത്തെ വെള്ളത്തിൽ പൊങ്ങിക്കിടക്കുന്ന പോലെ ആക്കാൻ പറ്റും. അങ്ങനല്ലേ എൻ്റെ അർത്ഥം?
അതിൻ്റെ അർത്ഥം എന്താണ്? എനിക്ക് എൻ്റെ ശരീരത്തെ എനിക്ക് ഇഷ്ടമുള്ളതുപോലെ മാറ്റാൻ പറ്റും. തർക്കമുണ്ടോ? ഇല്ല. അപ്പൊ ആദ്യത്തെ സംഭവം എന്താണ്? എനിക്കൊരപ്പത്തെ എനിക്ക് ഇഷ്ടമുള്ള പോലെ മാറ്റാൻ പറ്റും. രണ്ടാമത്തെ സംഭവത്തിന്റെ അർത്ഥം എന്താണ്? എനിക്ക് എൻ്റെ ശരീരത്തെ എനിക്ക് ഇഷ്ടമുള്ളതുപോലെ മാറ്റാൻ പറ്റും. ഉച്ചത്തിൽ പറഞ്ഞേ ഹല്ലേലൂയാ. ഇത് രണ്ടും ചെയ്ത് കാണിച്ചിട്ടാണ് ഈശോ അന്ത്യത്താഴ മേശയിൽ അപ്പം എടുത്തിട്ട് പറയുന്നത്, ഈ അപ്പം എൻ്റെ ശരീരമാണ്. തർക്കിക്കേണ്ട കാര്യമുണ്ടോ? ഇല്ല. കാരണം കാണിച്ചു തന്നില്ലേ? അപ്പത്തെയും മാറ്റാൻ പറ്റും, ശരീരത്തെയും മാറ്റാൻ പറ്റുമെന്ന് അക്ഷരാർത്ഥത്തിൽ കൺമുമ്പിൽ തെളിയിച്ചിട്ടാണ് ഈശോ പറയുന്നത്, ഈ അപ്പം എൻ്റെ ശരീരമാണ്. തർക്കിക്കേണ്ട കാര്യമുണ്ടോ? ഉണ്ടോ? ചെത്തി പറ ഹല്ലേലൂയാ. അപ്പൊ ഈശോയ്ക്ക് അപ്പത്തെയും മാറ്റാൻ പറ്റും, ശരീരത്തെയും മാറ്റാൻ പറ്റും. അപ്പത്തെയും ശരീരത്തെയും മാറ്റാൻ കഴിവുള്ളവനായ യേശു അപ്പം എടുത്തുകൊണ്ട് പറഞ്ഞു, ഈ അപ്പം എൻ്റെ ശരീരമാണ്. എന്നിട്ട് പറഞ്ഞു മൂന്നാമത്തേത്, എൻ്റെ ശരീരം എന്ന് പറഞ്ഞാൽ ഈ അപ്പം എൻ്റെ ശരീരമാണ്. എൻ്റെ ശരീരം ഭക്ഷിക്കുകയും എൻ്റെ രക്തം പാനം ചെയ്യുകയും ചെയ്യാത്തവന് നിത്യജീവൻ ഉണ്ടാവില്ല. അപ്പൊ ഈ അപ്പം ഭക്ഷിക്കണം, ഈ അപ്പം പാനം ചെയ്യണം. സംശയമുണ്ടോ? നിങ്ങൾക്ക് സംശയമുണ്ടോ? എന്നാൽ സംശയം ഉണ്ടായി. അതാണ് നാലാമത്തെ കാര്യം. ആർക്കാണ് സംശയം ഉണ്ടായത്? അവനെ കേട്ടുകൊണ്ടിരുന്ന ആയിരക്കണക്കിന് ആളുകൾ കഫർനഹൂമിലെ സിനഗോഗിൽ വെച്ച് ഈശോ ഇത് പഠിപ്പിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവനെ കേട്ടുകൊണ്ടിരുന്ന ആയിരക്കണക്കിന് ആളുകൾ കൂട്ടം കൂട്ടമായി എഴുന്നേൽക്കാൻ തുടങ്ങി. അതാണ് യോഹന്നാൻ 6:4 ഭാഗം. അവർ എഴുന്നേറ്റിട്ട് ഇപ്രകാരം പറഞ്ഞു, ഇവൻ എങ്ങനാണ് ഇവന്റെ ശരീരം തിന്നാൻ തരാൻ പറ്റുന്നത്? ഇവൻ എങ്ങനാണ് ഇവന്റെ രക്തം കുടിക്കാൻ തരാൻ പറ്റുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് അവർ അവനിൽ ഇടറി. എന്നിട്ട് ഇതാണ് സംഭവിച്ചത്. അവർ കൂട്ടം കൂട്ടമായി അവിടുന്ന് എഴുന്നേറ്റ് പുറത്തേക്ക് പോയി. ഈശോ സാക്ഷാൽ ദൈവപുത്രൻ നിങ്ങൾ എൻ്റെ ശരീരം ഭക്ഷിക്കണം, എൻ്റെ രക്തം പാനം ചെയ്യണമെന്ന് പറഞ്ഞപ്പോൾ അത് കേട്ടുകൊണ്ടിരുന്ന ജനത്തിന്റെ മൃഗീയ ഭൂരിപക്ഷം, ഗുഡ് മജോറിറ്റി ഇറങ്ങിപ്പോയി. ഇതാണ് നാലാം ഭാഗം. അവർക്കത് മനസ്സിലായില്ല. അവർ പറയാണ്, ഇത് ആർക്ക് ഗ്രഹിക്കാൻ പറ്റും? ശ്രദ്ധിച്ചേ, ഈശോയുടെ സ്വഭാവം അനുസരിച്ച് ഒരാൾ ഇറങ്ങിപ്പോയാൽ 99നെയും മരുഭൂമിയിൽ വിട്ടിട്ട് ഇറങ്ങിപ്പോയതിന്റെ പുറകെ പോകുന്നവനാണ് ആര്? ഈശോ ആണല്ലോ. അങ്ങനല്ലേ ഈശോ? അങ്ങനെയുള്ള ആളാണ് ഈശോ. പക്ഷെ ഈശോ ഈ ഇറങ്ങിപ്പോയ ആരുടെയെങ്കിലും പുറകെ പോയോ? മക്കളെ, ചേട്ടനൊരു തെറ്റ് പറ്റിയത് ഇങ്ങനെ വന്നേ എന്ന് പറഞ്ഞ് വിളിച്ചോ? നിങ്ങളിത് മനസ്സിലാക്കിയില്ലേലും കുഴപ്പമില്ല, ഇവിടെ ഇരിക്കാൻ പറഞ്ഞോ? നിങ്ങൾ ഇതൊന്നും ഗ്രഹിച്ചില്ലേലും സാരമില്ല, കുറെ കൈയടിച്ച് പാട്ട് പാടിയാൽ മതി എന്ന് പറഞ്ഞോ? പറഞ്ഞില്ല. ശ്രദ്ധിച്ച് കേട്ടോണം. കേട്ടുകൊണ്ടിരുന്ന നല്ല ഭൂരിപക്ഷം ആളുകള് വേദി വിട്ടിറങ്ങിപ്പോകുമ്പോഴും ഈശോ അവരെ തിരിച്ചു വിളിച്ചില്ല. യോഹന്നാൻ 6 ശ്രദ്ധിച്ച് വായിച്ചാൽ മതി. അപ്പൊ ഇത് കണ്ടുകൊണ്ട് നിന്നപ്പോ ഏറ്റവും കൂടുതൽ സങ്കടം വന്നു കാണാൻ സാധ്യതയുള്ള ആർക്കാ? ഈശോയ്ക്കല്ല. സങ്കടം വന്നു കാണാൻ സാധ്യത പത്രോസിനാണ്. കാരണം അദ്ദേഹമാണ് ഈ കൺവെൻഷന്റെ ജനറൽ കൺവീനർ. ഇന്ന് നല്ലൊരു സ്തോത്രകാഴ്ച കിട്ടുമെന്ന് വിചാരിച്ചിരുന്ന ദിവസമാണ്. അന്നേരമാണ് സ്തോത്രകാഴ്ച എടുക്കുന്നതിന് മുമ്പ് ആളുകൾ ഇത് ഇറങ്ങിപ്പോകാൻ തുടങ്ങിയത്. അപ്പൊ കൺവീനർക്ക് വിഷമം വരുമോ? വളരെ പ്രയാസത്തോടുകൂടി വിശുദ്ധ പത്രോസ് യേശുവിന്റെ മുഖത്തേക്ക് നോക്കി സങ്കടത്തോടെ നിൽക്കുമ്പോൾ ഈശോ പറയാണ്, നീയും വേണേ പൊക്കോ. കൺവീനറോട് പറയാണ്, നീയും വേണേ പൊക്കോളാൻ. 12 പേരോടുമായി അവൻ പറഞ്ഞു, നിങ്ങളും പോകാൻ ആഗ്രഹിക്കുന്നുവോ? വേണേ പൊക്കോ. ശ്രദ്ധിച്ച് കേട്ടോണം ഈശോയുടെ ആറ്റിറ്റ്യൂഡ്. ഈശോ വിശുദ്ധ കുർബാനയെ കുറിച്ച് പഠിപ്പിച്ചുകൊണ്ടിരിക്കുമ്പോൾ എൻ്റെ ശരീരം ഭക്ഷിക്കണം, എൻ്റെ രക്തം പാനം ചെയ്യണം, എന്നാലേ നിങ്ങൾക്ക് നിത്യജീവൻ ഉണ്ടാകൂ എന്ന് പച്ചയ്ക്ക് ഈശോ പഠിപ്പിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഈശോയുടെ കൺമുമ്പിൽ നിന്നാണ് ആൾ ഇറങ്ങിപ്പോയത്. ഒരു മെത്രാന്റെ മുമ്പിൽ നിന്നല്ല, ഒരു മാർപ്പാപ്പയുടെ അച്ഛൻ്റെയോ ഒരു കൺവെൻഷൻ പ്രസംഗികന്റെ മുമ്പിൽ നിന്നല്ല, മറിച്ച് സാക്ഷാൽ യേശുവിന്റെ മുമ്പിൽ നിന്നാണ് ഇറങ്ങിപ്പോയത്. എന്ത് പഠിപ്പിച്ചപ്പോഴാണ്? വിശുദ്ധ കുർബാനയെ കുറിച്ച് പഠിപ്പിച്ചപ്പോഴാണ് ഇറങ്ങിപ്പോയത്. പ്രിയപ്പെട്ടവരെ, സഭാചരിത്രത്തിലെ ആദ്യത്തെ ഇറങ്ങിപ്പോക്ക് നടന്നത് അന്നാണ്. വിശുദ്ധ കുർബാനയെ കുറിച്ച് പഠിപ്പിച്ചപ്പോൾ മനസ്സിലാവുന്നില്ലെന്ന് പറഞ്ഞ് ഒരു കൂട്ടം ആളുകൾ ഇറങ്ങിപ്പോയി. നിങ്ങൾ ശ്രദ്ധിച്ചു കേട്ടെ, ഏറ്റവും പ്രധാനപ്പെട്ട ആശയത്രയേ ഉള്ളൂ. ഒരൊറ്റയാളെ പോലും ഈശോ തിരിച്ചു വിളിച്ചില്ല. ഞാൻ ആലോചിച്ചിട്ടുണ്ട്, ദൈവമേ നീ എന്താ തിരിച്ചു വിളിക്കാഞ്ഞേ? അതുങ്ങളെയൊക്കെ അനുനയിപ്പിച്ച് വിളിച്ചുകൂടായിരുന്നോ? പ്രിയപ്പെട്ടവരെ, അതിനൊറ്റ മറുപടിയേ ഉള്ളൂ. ലോകത്ത് ഒരു 250 കോടി ക്രിസ്ത്യാനികളുണ്ടെന്ന് വിചാരിച്ചു. 250 കോടി ക്രിസ്ത്യാനികളിൽ 249 കോടിക്കും വിശുദ്ധ കുർബാനയുടെ വില മനസ്സിലായില്ലെങ്കിലും ഈശോ ഈ വിഷയത്തിൽ ഒരു കോംപ്രമൈസ് ചെയ്യാൻ
തയ്യാറല്ല എന്നുള്ളതാണ് ഈശോയുടെ ആറ്റിറ്റ്യൂഡ്. ഉച്ചത്തിൽ പറയാ ഹല്ലേലൂയാ. എനിക്ക് മനസ്സിലായാലും മനസ്സിലായില്ലെങ്കിലും, നിനക്ക് മനസ്സിലായാലും മനസ്സിലായില്ലെങ്കിലും, ഇത് സ്വർഗത്തിലെത്താനുള്ള മിനിമം ഗ്യാരണ്ടിയാണ്. ഈ കാര്യത്തിൽ വെള്ളം ചേർക്കാൻ ഈശോ തയ്യാറല്ല. ആരിറങ്ങിപ്പോയാലും അവരുടെ പിന്നാലെ പോകാൻ ഈശോ തയ്യാറല്ല. ഹൃദയം തുറന്ന് പറഞ്ഞേ ഹല്ലേലൂയാ. രണ്ട് കരങ്ങൾ ഉയർത്തി സ്തുതിച്ചേ പ്രിയപ്പെട്ടവരെ. ഈ വിഷയം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ കർത്താവ് ശക്തമായിട്ട് ഇടപെടും. ഹൃദയം തുറന്ന് സ്തുതിച്ചേ ഹാലേലൂയാ. ഹൃദയം തുറന്ന് ഹാലേലൂയാ, ഹാലേലൂയാ, ഹാലേലൂയാ. ഉച്ചത്തിൽ പറഞ്ഞേ ഹാലേലൂയാ. പ്രിയപ്പെട്ടവരെ, അപ്പോൾ ഒന്നാമത്തെ കാര്യം ഇതാണ്. ഈശോയുടെ ആറ്റിറ്റ്യൂഡ് എന്താണ്? ഈശോ ഈ വിഷയത്തിൽ വെള്ളം ചേർക്കാൻ തയ്യാറല്ല. മനസ്സിലായോ? ഒന്ന് കഴിഞ്ഞു. രണ്ട്, പിശാചിന്റെ അഭിപ്രായം എന്താണ്? പിശാചിന്റെ അഭിപ്രായം അറിയാൻ വളരെ ലളിതമാണ്, ഞാൻ വിശദീകരിക്കുന്നില്ല. ഏതാണ്ട് 25ഓളം കേന്ദ്രങ്ങളിൽ കേരളത്തിൽ ബ്ലാക്ക് മാസ് അഥവാ സാത്താൻ ആരാധന നടക്കുന്നതായി കഴിഞ്ഞ വർഷം കേരളത്തിലെ മുഖ്യധാരാ പത്രങ്ങളെല്ലാം റിപ്പോർട്ട് ചെയ്തു. ചാനലുകൾ അതിനെക്കുറിച്ച് വാർത്തകൾ വന്നു. 25ഓളം കേന്ദ്രങ്ങളിൽ സാത്താൻ ആരാധന അഥവാ ബ്ലാക്ക് മാസ് നടക്കുന്നു. എന്താണ് ബ്ലാക്ക് മാസ്? സഭ വിശുദ്ധ കുർബാന അർപ്പിക്കുന്നത് പോലെ അവർക്കും ഒരു ബലിപീഠമുണ്ട്. സാത്താൻ പൂജക്കാർക്കും ബലിപീഠമുണ്ട്. പക്ഷെ അത് കറുത്ത ബലിപീഠമാണ്, കറുത്ത തുണിയുണ്ട്, അത് മൂടിയിരിക്കുന്നു. ആടിന്റെ തലയോട്ടി പോലെ ഒരു സാധനം, അതാണ് അവരുടെ അടയാളം. തല കീഴായി വെച്ചിരിക്കുന്ന കുരിശ്, നഗ്നരാക്കി കിടത്തപ്പെടുന്ന സ്ത്രീകൾ, ദേവാലയത്തിൽ നിന്ന് മോഷ്ടിച്ചെടുക്കുന്ന ദിവ്യകാരുണ്യം, യേശുവിന്റെ തിരുശരീരം, വിശുദ്ധ കുർബാന ദേവാലയത്തിൽ നിന്ന് മോഷ്ടിച്ചെടുക്കുന്നത്. ബാംഗ്ലൂരിൽ ധ്യാനം നടത്തുന്ന സമയത്ത് ഇതുപോലെ ഒരു സ്ത്രീ വന്നിട്ട് കുർബാന മോഷ്ടിച്ചു കൊണ്ടുപോകാൻ അത് ശ്രമിക്കുന്നത് അച്ഛൻ കണ്ടതുകൊണ്ട് കൊണ്ടുപോയില്ല. അപ്പൊ തന്നെ തിരിച്ചു വാങ്ങിച്ചു. ബാംഗ്ലൂരിൽ ഇവർ ധ്യാനം നടത്തുന്ന സമയത്ത്. അപ്പോ ഇത് ഈ കേരളത്തിൽ ഇന്നും തുടരുന്നുണ്ട്. ഞാൻ അതിന്റെ വിശദീകരണങ്ങളിലേക്ക് പോകുന്നില്ല. കോഴിക്കോട് ധ്യാനം നടക്കുന്ന സമയത്ത് ഇതുപോലൊരു പെൺകുട്ടി കൗൺസിലർ ആ പെൺകുട്ടി വിശുദ്ധ കുർബാന വിൽക്കുന്നവളാണെന്ന് കണ്ടുപിടിച്ചു. ആ സംഭവത്തിലേക്ക് ഞാൻ പോകുന്നില്ല. പ്രിയപ്പെട്ടവരെ, എനിക്ക് പറയാനുള്ള ഇത്രയേ ഉള്ളൂ. വളരെ ശ്രദ്ധിച്ച് കേൾക്കുക. ലോകത്ത് 3000-ലേറെ മതങ്ങളുണ്ട്. ലോകത്തെ 3000-ലേറെ മതങ്ങളിൽ 10,000-ലേറെ മതപരമായ അടയാളങ്ങളുണ്ട്. ഒരു മതപരമായ അടയാളമാണ് കുരിശ്. ഒരു മതപരമായ യാഥാർത്ഥ്യമാണ് വിശുദ്ധ കുർബാന. ഈ വിശുദ്ധ കുർബാന പോലെ, കുരിശ് പോലെ, ജപമാല പോലെ ലോക മതങ്ങളിൽ 10,000-കണക്കിന് വിശുദ്ധ വസ്തുക്കളുണ്ട്. മനസ്സിലാവുന്നുണ്ടോ ഞാൻ പറയുന്നത്? അതൊന്നും സാത്താന് വേണ്ട. സാത്താന് വിശുദ്ധ കുർബാന മതി. എന്തുകൊണ്ട്? സാത്താനെ ആരാധിക്കുന്നവർക്ക് സാത്താനെ പ്രസാദിപ്പിക്കാൻ ഒരു സ്ത്രീയുടെ നഗ്ന ശരീരത്തിൽ വിശുദ്ധ കുർബാന വെച്ച് അതിനെ അവഹേളിച്ച് ഒരു വിശുദ്ധ കുർബാനയുടെ മേൽ എന്തെല്ലാം മ്ലേച്ഛത ചെയ്യാമോ അത് മുഴുവൻ ചെയ്ത് സാത്താനെ പ്രസാദിപ്പിക്കുന്നതിന്റെ വ്യംഗ്യം എന്താണ്? അതിന്റെ അർത്ഥം എന്താണ്? ലോകത്തെ വേറെ ഒരു മതങ്ങളിലെ ഒരു മതപരമായ അടയാളവും സാത്താന് വേണ്ട. ഇത് മതി. എന്തുകൊണ്ട്? ഉത്തരം വളരെ ലളിതമാണ്. പുരോഹിതൻ അർപ്പിച്ച ബലിയിൽ നിന്ന് കിട്ടുന്ന ദിവ്യകാരുണ്യത്തിൽ യഥാർത്ഥമായി യേശു ഉണ്ടെന്നും ആ യേശുവിനെ അപമാനിക്കണമെങ്കിൽ ഈ അപ്പത്തെ അപമാനിച്ചാൽ മതിയെന്നും സാത്താൻ അറിയാം എന്നുള്ളതാണ് അതിനർത്ഥം. 10,000-കണക്കിന് രൂപ പ്രതിഫലം കൊടുത്തിട്ടാണ് ഒറ്റ സിംഗിൾ യൂക്കരിസ്റ്റിക് ബ്രെഡ്, ഒറ്റ ദിവ്യകാരുണ്യം സാത്താൻ മോഷ്ടിച്ചെടുക്കാൻ സാത്താൻ സേവകര് 10,000-കണക്കിന്, ഞാനതിന്റെ ഏകദേശ കണക്ക് പറയുന്നില്ല. തിരുവനന്തപുരത്ത് ഒരു തീരപ്രദേശത്ത് സാത്താൻ സേവാ സംഘത്തിൽ നിന്ന് ജീവൻ ഭയന്ന് രക്ഷപ്പെട്ട് 3 മാസത്തിലധികം ഒളിച്ച് താമസിച്ച ഒരു ചെറുപ്പക്കാരനെ ഞാൻ കണ്ട് സംസാരിച്ചിട്ടുണ്ട്. മരണം പേടിച്ച് കഴിയാണ് അവൻ. അവർ കൊന്നുകളയെന്നാണ് പറയുന്നത്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ശ്രദ്ധിച്ച് കേൾക്കണം. വിശുദ്ധ കുർബാന മോഷ്ടിച്ചെടുക്കാൻ ഒരു തിരുവോസ്തിക്ക് ഒരുപാട് പണം കൊടുത്തു വാങ്ങാൻ ഇവർക്കെന്താ തലയ്ക്ക് വെളിവില്ലേ? നിങ്ങൾ ചിന്തിക്കണം. എന്തുകൊണ്ടാണ് വിശുദ്ധ കുർബാന വേണമെന്ന് നിർബന്ധം പിടിക്കുന്നത്? സാത്താൻ അറിയാം കുർബാനയിൽ യേശു ഉണ്ട്. സാത്താൻ അറിയാം യേശുവിനെ അപമാനിക്കണമെങ്കിൽ വിശുദ്ധ കുർബാനയെ അപമാനിച്ചാൽ മതി. ഇനി രണ്ടാമത്തേത്, നിങ്ങൾ ഇങ്ങനെ ചിന്തിക്കുക. ഞാൻ കുർബാന അർപ്പിക്കുകയാണ്, ഞാൻ ഇവിടെ കുർബാന അർപ്പിക്കുകയാണെന്ന് വെച്ചോ. നിങ്ങൾ 500 പേരുണ്ട് ഇവിടെ എന്ന് വിചാരിക്കുക. നിങ്ങൾ 500 കൂടുതലുണ്ട് എങ്കിൽ 500 ഉണ്ടെന്ന് ഇപ്പോൾ വിചാരിച്ചോ. ഞാൻ 500 ഓസ്തി വെച്ചു. ഈശോയുടെ തിരുശരീരമായി മാറേണ്ട 500 ഓസ്തി ഞാൻ ബലിപീഠത്തിൽ വെച്ചു. കുർബാന ചൊല്ലി 150 പേരെ കുർബാന സ്വീകരിച്ചുള്ളൂ. 50 തിരുവോസ്തി അധികം വന്നു.
എൻ്റെ അശ്രദ്ധ കൊണ്ട്, ശ്രദ്ധിച്ച് കേൾക്കണം, എൻ്റെ അശ്രദ്ധ കൊണ്ട് ഞാൻ വിശുദ്ധ കുർബാനയായി മാറിയ തിരുവോസ്തിയും നേരത്തെ കുർബാനയ്ക്ക് ഇവിടെ ഒരുക്കി വെച്ച് കൊണ്ടുവന്നിരുന്ന പാത്രത്തിലിരുന്ന ഓസ്തിയും തമ്മിൽ മിക്സ് ചെയ്തെന്ന് വെച്ചോ. അറിയാതെ ഇത് രണ്ടും മിക്സ് ചെയ്തു എന്ന് വെച്ചോ. കുർബാന ചൊല്ലിയ എനിക്ക് പോലും, ചൊല്ലിയത് ഞാനാണ്, എനിക്ക് പോലും സാധാരണ സാഹചര്യത്തിൽ ഇതിലേതാണ് തിരുവോസ്തി ഏതാണ് സാധാരണ ഓസ്തി എന്ന് തിരിച്ചറിയാൻ പറ്റില്ല. പറ്റുമോ? പറ്റില്ല. നോർമൽ കേസിൽ പറ്റില്ല. ശ്രദ്ധിച്ചു കേട്ടോ. അങ്ങനാണെങ്കിൽ ശ്രദ്ധിക്കണേ, അങ്ങനാണെങ്കിൽ ഒരു തിരുവോസ്തി ദേവാലയത്തിൽ നിന്ന് മോഷ്ടിച്ചു കൊണ്ടുപോയി ഒരാള് സാത്താൻ സേവക്കാർക്ക് വിൽക്കുമ്പോ സാത്താനെ ആരാധിക്കുന്നവർക്ക് എങ്ങനെ അറിയാം ഇത് ഒറിജിനൽ ആണോ ഫേക്ക് ആണോ എന്ന്? കണ്ടാ മനസ്സിലാവോ? കാഴ്ചയിൽ ഇതിന് വല്ല വ്യത്യാസമുണ്ടോ? ആകൃതിയിൽ വല്ല വ്യത്യാസമുണ്ടോ? ഏതാണ് ബലിപീഠത്തിൽ പുരോഹിതൻ അർപ്പിച്ച ബലിയിൽ നിന്ന് കിട്ടിയ തിരുവോസ്തി എന്ന് എങ്ങനെ സാത്താൻ അറിയാം? അത് കോഴിക്കോട് ആ ധ്യാനത്തിൽ വന്ന പെങ്കൊച്ചനോട് ആ കൗൺസിലർ ചോദിച്ചു. അപ്പൊ അവള് പറഞ്ഞ മറുപടി എന്തെന്നറിയാമോ? നമ്മൾ ഈ ദേവാലയത്തിൽ നിന്ന് മോഷ്ടിച്ചുകൊണ്ട് കൊടുക്കുന്ന തിരുവോസ്തി കൊണ്ട് സാത്താൻ ഏജന്റുമാർക്ക് കൊടുത്തു കഴിഞ്ഞാൽ അവരാദ്യം ചെയ്യുന്നത് ഈ ആടിന്റെ തലയോട്ടി പോലെ ഒരു സാധനം വെച്ചിട്ടുണ്ട്, അതിൽ കൊണ്ടുപോയി അവർ തൊട്ടു നോക്കുമെന്ന്. നോക്കുമ്പോൾ അവർക്ക് അറിയാമെന്ന് ഏതാണ് ഒറിജിനൽ ഏതാണ് ഫേക്ക് എന്ന് പറഞ്ഞാൽ നിരനിരയായി വന്ന് ഞായറാഴ്ചകളിലോ മറ്റു ദിവസങ്ങളിലോ വിശുദ്ധ കുർബാന സ്വീകരിക്കാൻ നാവ് നീട്ടി വരുന്ന വിശ്വാസിക്ക് ബോധ്യമില്ലെങ്കിലും പിശാചിനും അവനെ ആരാധിക്കുന്നവർക്കും അറിയാം വിശുദ്ധ കുർബാനയിൽ യേശുവാണെന്ന്. കൈകൾ ഉയർത്തി പറ ഹല്ലേലൂയ. ചൊല്ലി പറയാ ഹല്ലേലൂയ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, പരിശുദ്ധ കുർബാനയിൽ ജീവിക്കുന്ന യേശു ഉണ്ടെന്ന് സാത്താൻ അറിയാം. അതുകൊണ്ടാണ് അവൻ സക്രാരികൾ പൊളിച്ച് കുർബാന മോഷ്ടിച്ചുകൊണ്ടിരിക്കുന്നത്. ഒക്കൽഹോമയിൽ സാത്താനെ ആരാധിക്കുന്ന ദേവാലയം ഉണ്ടാക്കി. ആ ദേവാലയത്തിന്റെ പ്രധാന പുരോഹിതൻ ഏതോ വിശുദ്ധ കുർബാന അർപ്പിച്ച സ്ഥലത്ത് നിന്ന് മോഷ്ടിച്ചെടുത്ത് തിരുവോസ്തി കൊണ്ടാണ് കഴിഞ്ഞ ഒരു 6 മാസം മുമ്പ് സാത്താനെ ആരാധിക്കുന്ന ശുശ്രൂഷ ചെയ്തത്. അവർക്കറിയാം വിശുദ്ധ കുർബാനയിൽ യേശു ഉണ്ട്. വിശ്വാസിക്ക് അറിയാമോ എന്നതാണ് ചോദ്യം. ചൊല്ലി പറയാ ഹല്ലേലൂയ. ചൊല്ലി പറയാ ഹല്ലേലൂയ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അപ്പൊ രണ്ടാമത്തെ കാര്യം അതാണ് സാത്താന്റെ ആറ്റിറ്റ്യൂഡ്. പിശാചിനറിയാം പിശാചിന്റെ സാമ്രാജ്യം തകർക്കാൻ ശക്തിയുള്ള ആറ്റം ബോംബാണ് ബലിപീഠത്തിൽ അർപ്പിക്കപ്പെടുന്നത്. അതുകൊണ്ട് സാത്താൻ എന്ത് ചെയ്യുന്നറിയാമോ? പരമാവധി കുഞ്ഞുങ്ങളെ, പരമാവധി ചെറുപ്പക്കാരെ, പരമാവധി കുടുംബനാഥന്മാരെ, പരമാവധി അമ്മമാരെ കുർബാനയിൽ നിന്ന് അകറ്റിക്കൊണ്ടിരിക്കുന്നു. ചെത്തി പറയാം ഹല്ലേലൂയ. ഞാൻ എൻ്റെ ചോര കൊണ്ട് എഴുതാം, പ്രിയപ്പെട്ടവരെ, നിങ്ങൾ ബലിപീഠത്തെ കെട്ടിപ്പിടിച്ച് കിടക്കുന്ന ഒരു കുടുംബമാണെങ്കിൽ നിങ്ങളുടെ രോമത്തെ തൊടാൻ പിശാചനോ അവന്റെ സ്വാധീനങ്ങൾക്കോ പറ്റില്ല. നിങ്ങൾക്ക് വിശ്വസിക്കാൻ ഹൃദയത്തിൽ കൃപ തുറന്ന് കിട്ടിയാൽ കർത്താവിന്റെ ശരീര രക്തങ്ങളിൽ, കാരണം എന്താണെന്നറിയാം, ഇത് ഞാൻ മുഴുവൻ പറഞ്ഞാൽ നിങ്ങൾക്ക് പിടികിട്ടില്ല. ഒരു ശരീരം അവൻ സജ്ജമാക്കി. ശരീരത്തിലാണ് ആദവും ഹവ്വയും പാപം ചെയ്തത്. ശരീരത്തിൽ ആദവും ഹവ്വയും മാനവരാശിയും ചെയ്ത പാപം തീർക്കാൻ ഒരു ശരീരം തയ്യാറാക്കി. ഹെബ്രായർ 12 പറയുന്നു ഒരു ശരീരം, ഹെബ്രായർ 10 പറയുന്നു ഒരു ശരീരം തയ്യാറാക്കി. ആ ശരീരമാണ് കുരിശിൽ അറക്കപ്പെട്ടത്. ആ ശരീരമാണ് കുരിശിൽ മുറിക്കപ്പെട്ടത്. ആ ശരീരമാണ്, ആ കുഞ്ഞാടിന്റെ ശരീരമാണ് ഭക്ഷിക്കാൻ തന്നത്. ഈ നിങ്ങൾ ശ്രദ്ധിച്ചു കേട്ടെ, പഴയ നിയമത്തിൽ ഈജിപ്തിൽ സംഹാരദൂതൻ കടന്നു വന്നപ്പോൾ സംഹാരദൂതനിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി ഈ ഇസ്രായേൽ മക്കളോട് ദൈവം പറഞ്ഞു, നിങ്ങൾ കുഞ്ഞാടിന്റെ രക്തം വാതിൽപ്പടിയിൽ തൂത്തുവച്ചാൽ സംഹാരദൂതൻ നിങ്ങളെ തൊടില്ല. ഒരു സാധാരണ ലോകത്തിലെ മൃഗമായ കുഞ്ഞാടിന്റെ ചോര നിങ്ങളുടെ വാതിൽപ്പടിയിൽ കട്ടളക്കാലുകളിൽ തളിച്ചിട്ടാൽ സംഹാരദൂതൻ നിന്റെ പടി കയറില്ലെന്ന് ദൈവം പറഞ്ഞു. ലോകത്തിന്റെ പാപങ്ങൾ നീക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാടായ യേശുവിന്റെ ചോര നീ കുടിക്കുകയാണ്, തൂത്തുവെക്കുകയല്ല, നീ കുടിക്കുകയാണ്, നീ സ്വീകരിക്കുകയാണ്. നിന്റെ ശരീരത്തിലേക്ക് അവന്റെ ചോര വരികയാണ്. നിന്നെ തൊടാൻ പിശാചിന് പറ്റുമോ? ചൊല്ലി പറയാ ഹല്ലേലൂയ. ചൊല്ലി ഹല്ലേലൂയ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നിങ്ങൾ ഇത് വിശ്വസിച്ചാൽ, ഞാൻ നേരം കിട്ടിയാൽ ഞാൻ അനുഭവങ്ങൾ പറയാൻ പ്രിയപ്പെട്ടു. ഇത് വിശ്വസിച്ച കുടുംബങ്ങൾ, സകല കുടുംബങ്ങളും രക്ഷപ്പെട്ടു. സാത്താൻ അസ്ഥിവാരം ഇളക്കിയ വീടുകൾ, സാത്താൻ അടിത്തറ ഇളക്കിയ വീടുകൾ, സാത്താൻ ആധിപത്യം ഉറപ്പിച്ച വീടുകൾ, പിശാചിന്റെ തേരോട്ടം കൊണ്ട് മുടിഞ്ഞ് മുച്ചൂട് മാന്തിയ വീടുകൾ, ബലിപീഠത്തിൽ കെട്ടിപ്പിടിച്ച്
വിശ്വാസത്തിലേക്കും പ്രത്യാശയിലേക്കും അഭിവൃദ്ധിയിലേക്കും നടന്നു പോകുന്നത് എൻ്റെ കണ്ണുകൊണ്ട് ഞാൻ കണ്ടിട്ടുണ്ട്. എൻ്റെ രക്തം കൊണ്ട് നിങ്ങൾ പറയുന്ന ഇടങ്ങളിൽ ഞാനത് എഴുതാം. എനിക്ക് ബോധ്യമുണ്ട്. ചേർന്ന് പറയാം ഹല്ലേലൂയ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അതുകൊണ്ട് സാത്താൻ അറിയാം പരിശുദ്ധ കുർബാനയിൽ യേശുവുണ്ട്. 3, ശാസ്ത്രം എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? സഭ ഔദ്യോഗികമായി പ്രഖ്യാപിച്ചിട്ടുള്ള 100-ലധികം ദിവ്യകാരുണ്യ അത്ഭുതങ്ങളുണ്ട്. എന്താണ് ദിവ്യകാരുണ്യ അത്ഭുതം? പുരോഹിതൻ ബലിയർപ്പിച്ചുകൊണ്ടിരിക്കുമ്പോൾ അപ്പം മനുഷ്യ മാംസമായി ലോകത്തിൻ്റെ ചില ഭാഗങ്ങളിൽ ചിലയിടങ്ങളിൽ മാറി അതിനെ ദിവ്യകാരുണ്യ അത്ഭുതം എന്ന് വിളിക്കും. കാസയിലെ വീഞ്ഞ് യഥാർത്ഥ മനുഷ്യരക്തമായി മാറിയ സംഭവങ്ങളുണ്ട്. അതിനെയാണ് ദിവ്യകാരുണ്യ അത്ഭുതം എന്ന് വിളിക്കുന്നത്. അങ്ങനെ 100-ലധികം സ്ഥലങ്ങളിൽ ദിവ്യകാരുണ്യ അത്ഭുതം നടന്നത് സഭ ഔദ്യോഗികമായി പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഇനി സഭ ഒരു കാര്യം പ്രഖ്യാപിക്കുമ്പോൾ ആരെങ്കിലും പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് പ്രഖ്യാപിക്കില്ല. എവിടെങ്കിലും എന്തെങ്കിലും നടന്നു എന്ന് പറഞ്ഞിട്ട് പ്രഖ്യാപിക്കില്ല. സയന്റിഫിക്കായി ശാസ്ത്രജ്ഞന്മാരെ, അതെന്ന് പറഞ്ഞാൽ ലോകം അംഗീകരിക്കുന്ന ശാസ്ത്രജ്ഞന്മാരെ കൊണ്ട് പരിശോധിച്ച് ഇതിന്റെ സത്യാവസ്ഥ എന്താണെന്ന് ബോധ്യപ്പെട്ടിട്ട് സഭ പ്രഖ്യാപിക്കൂ. ഇറ്റലിയിലെ ഒരു ദേവാലയത്തിൽ നടന്ന ദിവ്യകാരുണ്യ അത്ഭുതത്തില് മനുഷ്യ മാംസമായി മാറിയ തിരുവോസ്തിയുടെ ഒരു ഭാഗം ഇറ്റലിയിൽ ഇപ്പോഴും സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്. ഞാൻ ഈ പറയുന്ന എല്ലാ വിവരങ്ങളും ഇന്റർനെറ്റിൽ ലഭ്യമാണ്. യൂക്കറിസ്റ്റിക് മിറക്കിൾസ് സയന്റിഫിക്കലി പ്രൂവ്ഡ് എന്ന് ടൈപ്പ് ചെയ്താൽ നിങ്ങൾക്ക് 100 കണക്കിന് ലിങ്കുകൾ കിട്ടും. ഞാൻ ഈ പറയാൻ പോകുന്ന കാര്യങ്ങളുടെ മുഴുവൻ വീഡിയോ സഹിതം നിങ്ങൾക്ക് കിട്ടും. അതുകൊണ്ട് ഡാനിയേലച്ചൻ വൈകുന്നേരം പറയാൻ വേണ്ടി ഉണ്ടാക്കിയ സങ്കല്പ കഥയല്ല ഞാൻ പറയുന്നത് എന്ന് പറയാൻ വേണ്ടി പറഞ്ഞതേ ഉള്ളൂ. ശ്രദ്ധിച്ചേ. അപ്പോ ലോകത്ത് ഇറ്റലിയിൽ നടന്ന ഈ ദിവ്യകാരുണ്യ അത്ഭുതത്തിലെ മനുഷ്യ മാംസമായി മാറിയ തിരുവോസ്തിയുടെ 2 ഭാഗങ്ങൾ മുറിച്ചെടുത്ത് നിരീശ്വരവാദികളായ 2 ശാസ്ത്രജ്ഞന്മാരെ ഏൽപ്പിച്ച് സഭ പറഞ്ഞു, 2 പേരോടും പറഞ്ഞു, ഈ മെറ്റീരിയൽ എന്താണ് എന്ന് പറയണം. നിങ്ങൾ ലാബിൽ പരിശോധിച്ചിട്ട് പറയണം. അങ്ങനെ 2 ലാബുകളിൽ വെച്ച് വിശ്വാസമില്ലാത്ത 2 ശാസ്ത്രജ്ഞന്മാർ ഇത് പരിശോധിച്ചു. അവരോട് പറഞ്ഞിട്ടില്ല ഇത് യൂക്കറിസ്റ്റിക് മിറക്കിൾ ആണെന്ന് പറഞ്ഞ്, ദിവ്യകാരുണ്യ അത്ഭുതമാണെന്ന് പറഞ്ഞിട്ടില്ല. അവര് പരിശോധിച്ചിട്ട്, ശ്രദ്ധിച്ച് കേട്ടെ, നിങ്ങൾക്ക് അതിന്റെ വീഡിയോ സഹിതം ഇന്റർനെറ്റിൽ ലഭ്യമാണ്. അപ്പോ ഇത് പരിശോധിച്ചിട്ട് അവർ കൊടുത്ത റിപ്പോർട്ട് ഒരു വാചകമാണ്, അതിന്റെ സമ്മറി. അതൊരു ചോദ്യമാണ്. ആ ചോദ്യം ഇതാണ്. 2 പേരുടെയും ചോദ്യം ഒരേ ചോദ്യമാണ്. അവർ ഒറ്റ ചോദ്യത്തോടെ അവർ വിശ്വാസം മാറി സഭയുടെ അംഗങ്ങളായി മാമോദീസ മുങ്ങി. അപ്പോൾ ഇവരുടെ ചോദ്യം ഇതാണ്. 2 പേരും ചോദിക്കുന്ന ചോദ്യം, നിങ്ങൾ ശ്രദ്ധിച്ചേ, നിങ്ങൾ എങ്ങനെയാണ് മരണവേദന അനുഭവിച്ച് കൊല്ലപ്പെട്ട ഒരു പുരുഷന്റെ ഹൃദയഭിത്തിയിലെ ടിഷ്യൂസ് മുറിച്ച് പരിശോധനയ്ക്ക് കൊണ്ടുവന്നിരിക്കുന്നത്? ചോദ്യം ഇതാണ്. നിങ്ങൾ എങ്ങനെയാണ് മരണവേദന അനുഭവിച്ച് കൊല്ലപ്പെട്ട ഒരു പുരുഷന്റെ ഹൃദയഭിത്തിയിലെ ടിഷ്യൂസ് മുറിച്ച് പരിശോധനയ്ക്ക് കൊണ്ടുവന്നിരിക്കുന്നത് എന്നാണ് ആ ചോദ്യം. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നാവ് നീട്ടി നാം സ്വീകരിക്കുന്ന തിരുവോസ്തി മരണവേദന അനുഭവിച്ച് നിനക്കും എനിക്കും വേണ്ടി കൊല്ലപ്പെട്ട കർത്താവിന്റെ ചങ്കാണെന്ന് നീ അറിഞ്ഞാൽ നീ രക്ഷപ്പെടും. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ലോകത്ത് ശരിക്കും മനുഷ്യരക്തമായി മാറിയ ദിവ്യകാരുണ്യ അത്ഭുതത്തിൽ ലോകത്തെല്ലായിടങ്ങളിലും അത് പരിശോധനയ്ക്ക് അയക്കുമ്പോൾ ആ രക്ത സാമ്പിൾ പരിശോധിച്ച എല്ലായിടത്തും വിതൗട്ട് എനി സിംഗിൾ എക്സെപ്ഷൻ, ഒരൊറ്റ എക്സെപ്ഷൻ പോലും ഇല്ലാതെ എല്ലായിടത്തും ഈ രക്തം ഒരൊറ്റ ബ്ലഡ് ഗ്രൂപ്പാണ്. അത് AB പോസിറ്റീവ് ബ്ലഡ് ഗ്രൂപ്പാണ് എല്ലായിടത്തും. എന്ന് പറഞ്ഞാൽ നാവ് നീട്ടി നാം സ്വീകരിച്ചു കൊണ്ടിരിക്കുന്നത് കർത്താവായ യേശുക്രിസ്തുവിന്റെ ചങ്കാണ്, ചോരയാണ് എന്ന് നീ അറിഞ്ഞാൽ നീയും നിന്റെ വീടും രക്ഷപ്പെടും. ചേർന്ന് പറഞ്ഞേ ഹല്ലേലൂയാ. ചെത്തി പറയാ ഹല്ലേലൂയാ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ശാസ്ത്രീയമായി പരിശോധനകൾ നടത്തി ലോകത്തെ ബുദ്ധി നല്ലതുപോലെ ബൗദ്ധിക മേഖലയിൽ ഉയർന്ന ധൈഷണിക ബോധമുള്ള ആളുകള്, വലിയ ഇന്റലക്ച്വൽ ജയൻസ്, അവര് സാക്ഷ്യപ്പെടുത്തിയ കാര്യമാണ് ഞാൻ പറയുന്നത്. പ്രിയപ്പെട്ടവരെ, നാം നാവ് നീട്ടി സ്വീകരിക്കുന്നത് മരണവേദന അനുഭവിച്ച് എനിക്കും നിനക്കും വേണ്ടി കൊല്ലപ്പെട്ട യേശുവിന്റെ ശരീരവും ചോരയുമാണെന്ന് നീ അറിയണം. 2 കരങ്ങൾ സ്വർഗത്തിലേക്ക് ഉയർത്താം. പ്രിയപ്പെട്ടവരെ, കർത്താവിന്റെ ശരീരവും രക്തവുമാണിത്. യേശുവിന്റെ തിരുശരീരവും രക്തവുമാണ് പരിശുദ്ധ കുർബാന. കരങ്ങളെ ഉയർത്തി സ്തുതിച്ചേ ഹല്ലേലൂയ. ഉച്ചത്തിൽ പോരാ, എല്ലാവരും സ്തുതിച്ചേ. ഒരു 10-20 പേര് നിങ്ങളുടെ സ്വരം കേൾക്കട്ടെ ഉച്ചത്തിൽ. കർത്താവേ, സ്വർഗത്തിന്റെ ശക്തി ഇറങ്ങണമേ കർത്താവേ. ബോധ്യങ്ങളുടെ മേഖലയിൽ സാത്താൻ വിതച്ച തെറ്റായ ചിന്തകൾ നീക്കിക്കളയണമേ കർത്താവേ. കഴിഞ്ഞ കാലങ്ങളിൽ ഏതെങ്കിലും കാര്യങ്ങൾ ആരെങ്കിലും പറഞ്ഞത് കേട്ടത്
കർത്താവെ, വായിച്ചത്, അറിഞ്ഞത്, ചിന്തിച്ചത് തെറ്റായ ബോധ്യങ്ങൾ ആഴത്തിൽ വേരോടിയ സ്വർഗീയ പിതാവിനാൽ നട്ടതല്ലാത്ത ചെടികളെ പിഴുതുകളയണമേ കർത്താവെ. സത്യസന്ധമായ ബോധ്യങ്ങൾ നിറക്കണമേ കർത്താവെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഉച്ചത്തിൽ പറഞ്ഞേ ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, നാലാമതായി ഞാൻ ചില പ്രായോഗിക ന്യായങ്ങൾ നിങ്ങളോട് പറയാം. ശ്രദ്ധിച്ച് കേൾക്കുക. ഒന്നാമത്തേത്, ഒരു വ്യക്തി എന്നോട് വന്നിട്ട് പറയുകയാണ്, അച്ഛാ എനിക്ക് ഒരു 50 രൂപ വേണം. ഞാൻ പറഞ്ഞു, നിന്റെ സാഹചര്യമൊക്കെ എനിക്കറിയാം, ഞാനൊരു 500 രൂപ തരട്ടെ. അയാൾ പറയണം, വേണ്ട വേണ്ട വേണ്ട, എനിക്ക് 50 രൂപ തന്നാൽ മതി. അപ്പം ഞാൻ പറയുകയാണ്, വലിയ 500 രൂപ തരാം. അയാൾ ചോദിക്കുകയാണ്, എന്താ 500 തരണമെന്ന് ഇത്ര നിർബന്ധം അച്ഛന്? ഞാൻ പറയുകയാണ്, എൻ്റെ 5000 രൂപ ഇരിപ്പുണ്ട്, ഇപ്പോൾ 500 രൂപ നിനക്ക് തരാം. അപ്പം അയാൾ പറയുകയാണ്, എനിക്ക് 50 രൂപ മതി, 50 രൂപ മതി. അപ്പം ഞാൻ പറഞ്ഞു, എന്നാൽ പിടിച്ചോ 50 രൂപ. അപ്പം ദേ വേറൊരാൾ വരികയാണ്. വേറൊരാൾ വന്നിട്ട് എന്നോട് പറയുകയാണ്, അച്ഛാ അവൻ 50 രൂപ കൊടുത്തല്ലേ? ഞാൻ പറഞ്ഞു, കൊടുത്തു. നിനക്ക് വേണം 50 രൂപ? എനിക്ക് 50 രൂപ ഒന്നും വേണ്ട. 500 വേണോ? 500 വേണ്ട, അത് കൂടുതൽ ഞാൻ തരില്ല. എനിക്ക് വേണ്ടത്, അയാൾ പറയാണ്, എനിക്ക് വേണ്ടതുണ്ടല്ലോ അച്ഛൻ്റെ വലത്ത് കൈയാണ്. അയാൾ പറയാണ്. ഞാൻ പറഞ്ഞു, എൻ്റെ വലത്ത് കൈ ഞാൻ തന്നാൽ പിന്നെ എനിക്കെവിടെ കൈ? അപ്പോൾ അയാൾ പറയാണ്, അച്ഛൻ അച്ഛൻ എന്നെ സ്നേഹിക്കുന്നുണ്ടോ? ശരിക്കും സ്നേഹിക്കുന്നുണ്ടോ? ഉണ്ട്. എന്നാൽ പിന്നെ ഞാനിത് ചോദിക്കുമ്പോൾ അച്ഛൻ തരേണ്ടതല്ലേ? എന്നാലും നീ ഇതാണ് ചോദിക്കുന്നത്. അച്ഛൻ ശരിക്കും അച്ഛൻ എന്നെ സ്നേഹിക്കുന്നു എന്ന് പറഞ്ഞ സത്യമാണെങ്കിൽ വലത് കൈ താ എന്നെങ്ങാണ് അയാൾ പറഞ്ഞാൽ, ഞാൻ അയാളെ ശരിക്കും അന്ധമായിട്ട് സ്നേഹിക്കുന്നുണ്ടെങ്കിൽ ഞാൻ ഈ കൈ മുറിച്ച് കൊടുത്തു എന്ന് വിചാരിച്ചോ? വളരെ വേദന സഹിച്ച് വെട്ടി മുറിച്ച് ചോര ഇറ്റിറ്റ് വീഴുന്ന എൻ്റെ വലത് കൈ അയാളെ കൊടുക്കുമ്പോൾ ഞാൻ ചോദിച്ചു, നിനക്ക് എന്തിനാ ഇത്? ഞാനിത് അച്ഛാ സ്റ്റഫ് ചെയ്ത് എൻ്റെ വീട്ടിൽ അച്ഛൻ്റെ ഓർമ്മയ്ക്കായിട്ട് വെക്കാൻ പോവാണ് എന്ന് പറഞ്ഞിട്ട് അയാൾ ഇത് കൊണ്ടുപോവാണ്. ഞാനിത് നോക്കിക്കൊണ്ട് നിൽക്കുമ്പോൾ 50 രൂപ വാങ്ങിയവനും എൻ്റെ കൈ മുറിച്ചോണ്ട് പോയവനും തോളെ കൈയിട്ടുകൊണ്ട് രണ്ടുപേരോട് ഇങ്ങനെ നടന്നു പോകുന്ന ഞാൻ കാണുകയാണ്. ഒരു 100 മീറ്റർ അപ്പുറത്തെത്തിയപ്പോൾ ഈ 50 രൂപ വാങ്ങിയവൻ പറയണം, അവൻ്റെ 50 ഉലുവ എന്ന് പറഞ്ഞിട്ട് ഇത് ചുരുട്ടി ഒറ്റ ഏറ്. അപ്പൊ എൻ്റെ കൈ മുറിച്ചോണ്ട് പോയവൻ ഞാൻ കാണുന്നുണ്ടോ നോക്കിയിട്ട് കാണുന്നില്ലെന്ന് ഉറപ്പ് വരുത്തിയിട്ട് അവനൊരു ബ്ലേഡ് എടുത്ത് എൻ്റെ കൈ മുഴുവൻ വരഞ്ഞ് നിങ്ങൾ തോരൻ അരിയുന്നത് പോലെ അരിഞ്ഞു എന്ന് വിചാരിക്കുക. എന്നിട്ട് അത് നിലത്തിട്ട് ചവിട്ടിയെന്ന് വിചാരിക്കുക. അവൻ്റെ കൈ ഇനി മറ്റേ കൈയുടെ അടുത്ത ആഴ്ച പോയി വാങ്ങിക്കണം എന്ന് പറഞ്ഞിട്ട് അവൻ ഈ കൈ മുഴുവൻ ചവിട്ടി തേച്ച് കളഞ്ഞെന്ന് വിചാരിക്കുക. ചോദ്യം ഇതാണ്, ശ്രദ്ധിച്ചോ, ചോദ്യം ഇതാണ്, എൻ്റെ 50 രൂപ കൊണ്ടുപോയി ചവിട്ടി തേച്ച് കളഞ്ഞവനോടാണോ അതോ എൻ്റെ കൈ കൊണ്ടുപോയി നശിപ്പിച്ചവനോടാണോ, അത് ചവിട്ടി തേച്ച് അത് വിലയില്ലാത്തതായിട്ട് കണ്ടവനോടാണോ എനിക്ക് കൂടുതൽ സങ്കടം തോന്നുക? പറ, 50 രൂപയാണോ കൈ? എന്തുകൊണ്ടത്? അതിന് 2 ന്യായമാണുള്ളത്. ഒന്നാമത്തെ ന്യായം, ഈ കൈ മുറിച്ചു കൊടുക്കാൻ ഞാൻ ഭയങ്കര വേദന സഹിച്ചതാണ്. രണ്ടാമത്തെ ന്യായം, ഈ കൈക്ക് പകരം എനിക്ക് വേറൊരു വലത്ത് കൈ ഇല്ല. പ്രിയപ്പെട്ടവരെ, എനിക്ക് സങ്കടം തോന്നിയതിന്റെ കാരണം 2ആണ്. 1, ഈ കൈ മുറിച്ചു കൊടുക്കാൻ ഞാൻ ഒരുപാട് സഹിച്ചതാണ്. 2, ഈ കൈക്ക് പകരം എനിക്ക് വേറൊരു വലത് കൈ ഇല്ല. നിങ്ങൾ ശ്രദ്ധിച്ച് ഒരു 2 മിനിറ്റ് നിങ്ങളുടെ ശ്രദ്ധ മാറരുത്. കാനായിലെ കല്യാണ വീട്ടിൽ അത്ഭുതം ചെയ്യാൻ യേശുവിന് സ്വന്തം ശരീരത്തിൽ സഹിക്കേണ്ടി വന്നിട്ടില്ല. നിങ്ങൾക്ക് ജോലി തരാനോ വീട് തരാനോ മക്കൾക്ക് കല്യാണം നന്നായിട്ട് നടത്താനോ നിങ്ങളുടെ സാമ്പത്തിക മേഖല മെച്ചപ്പെടുത്താനോ ആ അനുഗ്രഹങ്ങൾ ഒന്നും തരാൻ ഈശോയ്ക്ക് കുരിശിൽ സഹിക്കേണ്ടി വന്നിട്ടില്ല. കാരണം പഴയ നിയമത്തിലും ഈ അനുഗ്രഹങ്ങളെല്ലാം മനുഷ്യർക്ക് കിട്ടിയിരുന്നു. പഴയ നിയമത്തിൽ മനുഷ്യർക്ക് കിട്ടാതിരുന്നതും പുതിയ നിയമത്തിൽ മനുഷ്യൻ യേശുവിൻ്റെ വരവോടുകൂടി യേശുവിൻ്റെ മരണത്തോടുകൂടി മാത്രം കിട്ടിയതുമായ വളരെ ചുരുക്ക അനുഗ്രഹങ്ങളിലെ ഏറ്റവും പ്രധാനപ്പെട്ട അനുഗ്രഹമാണ് അവൻ്റെ ശരീരവും രക്തവും. നിങ്ങൾക്ക് വീട് വേണമെന്ന് പറഞ്ഞു, ജോലി വേണമെന്ന് പറഞ്ഞു, കർത്താവിന് വിരോധമില്ല. മക്കളെ വേണമെന്ന് പറഞ്ഞു, മക്കൾക്ക് പഠിക്കണമെന്ന് പറഞ്ഞു, മക്കൾക്ക് കല്യാണം നടത്തണമെന്ന് പറഞ്ഞു, മക്കൾക്ക് കുഞ്ഞുങ്ങൾ ഉണ്ടാവണമെന്ന് പറഞ്ഞു, തെറ്റില്ല, കർത്താവിന് വിരോധമില്ല. അപ്പൊ ദൈവം ഈ അനുഗ്രഹങ്ങളെല്ലാം തരികയാണ് നിങ്ങൾക്ക്. പക്ഷെ ഇതിനകത്തൊരു പ്രശ്നമുണ്ട്. പ്രശ്നം ഞാൻ പറയാം. കർത്താവ് ഈ അനുഗ്രഹം ഒന്നും തരാൻ അവന്റെ ശരീരത്തിൽ സഹിച്ചിട്ടില്ല. അപ്പൊ നിങ്ങൾ ചോദിക്കുന്നത് എന്താണ്? അവൻ ശരീരത്തിൽ സഹിച്ചിട്ടില്ലാതെ അവന് ഫ്രീ ആയിട്ട് തരാൻ പറ്റുന്ന അനുഗ്രഹമാണ് ചോദിക്കുന്നത്. അവൻ തരും. എന്നാൽ അവൻ പറയുകയാണ്, മക്കളെ, ഞാൻ ഒരനുഗ്രഹം തരാൻ ഒരുപാട് സഹിച്ചിട്ടുണ്ട്, ആ അനുഗ്രഹം നിനക്ക് വേണ്ട. നിനക്ക് ജോലി മതി, വീട് മതി, മക്കളെ മതി, മക്കളുടെ പഠനം മതി, ആരോഗ്യം മതി, സൗഖ്യം മതി. ഞാൻ എൻ്റെ ശരീരത്തിൽ ഒരുപാട് സഹിച്ച് നിനക്കൊരു ഗിഫ്റ്റ് തന്നിട്ടുണ്ട്, നിനക്കത് വേണ്ട. ശ്രദ്ധിച്ച് കേട്ടെ, കാലിത്തൊഴുത്തിലേക്ക് ഈശോ പിറന്നു വീണത് കുർബാനയാവാനാണ്. ഈജിപ്തിലേക്ക് അമ്മയുടെ മാറിൽ പറ്റിക്കിടന്ന് -ഡിഗ്രി ഊഷ്മാവാണ്, മഞ്ഞ് തണുത്തുറഞ്ഞു കിടക്കുന്ന മലഞ്ചെരുവുകളിലൂടെ അമ്മയുടെ മാറ് പറ്റി പലായനം ചെയ്തത് കുർബാനയാവാനാണ്.
30 വയസ്സ് വരെ ആരാലും അറിയപ്പെടാതെ തച്ചപ്പണി ചെയ്ത് വീട്ടിൽ കഴിഞ്ഞത് കുർബാനയാവാനാണ്. 3 കൊല്ലക്കാലം അവന്റെ പരസ്യ ജീവിതത്തിൽ നന്മ ചെയ്ത് ചുറ്റി സഞ്ചരിച്ചത് കുർബാനയാവാനാണ്. ഭ്രാന്തനെന്നും സുബോധമില്ലാത്തവനെന്നും മദ്യപാനിയെന്നും വേശ്യകളുടെ സ്നേഹിതനെന്നുമുള്ള വിളിപ്പേരുകൾ അവന് മീതെ ചാർത്തപ്പെട്ടത് അവൻ കുർബാനയാവാനാണ്. ഗത്സമനിയിൽ കണ്ണുനീര് ചോര പോലെ പെയ്ത സന്ധിയിൽ ഒലിവമരത്തിന്റെ ചുവട്ടിൽ കൈമുട്ടുകൾ കുത്തിയിരുന്ന് പ്രാണവേദനയോടെ 33-കാരനായ മകൻ പൊട്ടിക്കരഞ്ഞുകൊണ്ട് അപ്പനോട് പറയും, ആകാശത്തിന്റെ അതിരുകൾക്കപ്പുറം എവിടെയോ മറഞ്ഞിരിക്കുന്ന എൻ്റെ അപ്പാ, കഴിയുമെങ്കിൽ ഈ പാനപാത്രം അകന്നു പോകണമേ എന്ന് പറഞ്ഞ് പൊട്ടിക്കരഞ്ഞത് കുർബാനയാവാനാണ്. ഒറ്റ രാത്രിയിൽ അവനെ 4 കോടതികൾ വിചാരണ ചെയ്തത് കുർബാനയാവാനാണ്. അന്നാസിന്റെയും കയ്യാപ്പായുടെയും ഹേറോദിന്റെയും പീലാത്തോസിന്റെയും കോടതി മുറികളിൽ നാണം കെട്ടവനെ പോലെ നമ്രശിരസ്കനായി നീചനും നിന്ദിക്കപ്പെട്ടവനുമായി തലകുനിച്ചു നിന്നത് കുർബാനയാവാനാണ്. കൽത്തൂണിലേക്ക് കെട്ടിയിടപ്പെട്ട് കാരിരുമ്പിന്റെ കായബലമുള്ള പടയാളി ചാട്ടവാറുകൊണ്ട്, ചാട്ടവാർ എന്ന് പറയുമ്പോൾ ഉരുക്കിൻ കഷണങ്ങളും ഈയക്കട്ടകളും കാരിരുമ്പാണികളും ചേർത്തുണ്ടാക്കിയ ഒരു മാരകായുധമായിരുന്നു ചാട്ട. ആ ചാട്ട കൊണ്ട് 33-കാരനായ ഒരു ചെറുപ്പക്കാരന്റെ മൃദുല ശരീരത്തിലേക്ക് കാരിരുമ്പിന്റെ കരുത്തുള്ള പടയാളി ആഞ്ഞടിക്കുമ്പോൾ ഓരോ അടി കൊള്ളുമ്പോൾ അടിക്ക് ശേഷം ചാട്ട തിരിച്ചു വരുമ്പോൾ മാംസക്കട്ടകൾ പറഞ്ഞു തൂങ്ങി ചാട്ടയോടൊപ്പം തിരികെ വരുന്ന മാരക മരണവേദന സഹിച്ചത് കുർബാനയാവാനാണ്. പ്രിയപ്പെട്ടവരെ, പെറ്റതള്ള കണ്ണുനീരോട് ആൾക്കൂട്ടത്തിന്റെ നടുവിൽ മകൻ അടിയേൽക്കുന്നത് കണ്ടു നിന്നത് മകനെ കുർബാനയാക്കാനാണ്. നിങ്ങൾ ജെറുസലേമിൽ വിശുദ്ധ നാട്ടിൽ പോയിട്ടുണ്ടെങ്കിൽ ഒരു കിടങ്ങ് കാണാം. രാത്രി മുഴുവൻ അടികൊണ്ട് വേദനിച്ച് ശരീരം അവനെ വീണ്ടും വസ്ത്രം ധരിപ്പിച്ച് രാത്രി മുഴുവൻ ഒരു കിണറ്റിലേക്ക്, പൊട്ടക്കിണർ പോലൊരു കിടങ്ങിലേക്ക് കപ്പിക്കകത്ത് കയറിട്ട് തൊട്ടി കിണറ്റിലേക്ക് ഇറക്കുന്നത് പോലെ യേശുവിനെ കയറുകൊണ്ട് വരിഞ്ഞു കെട്ടി ഒരു കിടങ്ങിലേക്ക് ഇറക്കി രാത്രി മുഴുവൻ ആ കിടങ്ങിലാണ് ഇട്ടത്. ആ കിടങ്ങ് ഇപ്പോഴും ഉണ്ട് ജെറുസലേമിൽ. രാത്രി മുഴുവൻ അടികൊണ്ട് നുറുങ്ങുന്ന മരണവേദന എടുക്കുന്ന ശരീരവുമായി കണ്ണുനീരിലും ദുഃഖത്തിലും അവൻ പിടഞ്ഞത് കുർബാനയാവാനാണ്. പിറ്റേ പ്രഭാതത്തിൽ അവനെ വീണ്ടും വസ്ത്രം ധരിപ്പിച്ച് കാൽവരിയുടെ നെറുകയിലേക്ക് കൊണ്ടുപോകുമ്പോൾ കുരിശിന്റെ വഴിയുടെ ഫോട്ടോകളിൽ നമ്മൾ കണ്ടിട്ടുള്ള ഫോട്ടോയിലെല്ലാം ഈശോ നല്ല ആരോഗ്യത്തോടെ തോളത്ത് ലാഘവ ബുദ്ധിയോടെ ഒരു കുരിശെടുത്തോണ്ട് പോകുന്ന പടമാണ്. അതൊന്നും അല്ല കുരിശ് മരണം. യഹൂദ ചരിത്രകാരന്മാരായ ഒക്ടേവിയൻ, ജോസേഫൂസ് എന്നൊക്കെ പറയുന്ന ചരിത്രകാരന്മാർ യേശുവിനെ കുരിശിൽ മരിപ്പിച്ച കൊന്ന രീതി ചരിത്രത്താളുകളിൽ എഴുതി വെച്ചിട്ടുണ്ട്. അതെങ്ങനെയാണെന്നറിയാമോ? നെടുകയുള്ള കുരിശിന്റെ ഭാഗം നേരത്തെ തന്നെ കാൽവരിയുടെ മുകളിൽ നാട്ടിവെച്ചിരിക്കും. കുറുകയുള്ള ഭാഗമാണ് ഈശോ ചുമക്കുന്നത്. അത് തോളിൽ വെച്ച് ചുമക്കുകയല്ല. അവന്റെ കഴുത്തിന്റെ പിന്നിലേക്ക് ഈ മരക്കഷണം, അവനേക്കാൾ 10 ഇരട്ടി ഭാരമുള്ള ഈ മരക്കഷണം ചേർത്ത് വെച്ച് കയറുകൊണ്ട് കെട്ടും. അപ്പോൾ ഈശോ ഗാഗുൽത്താമലയിലേക്ക് നടന്നു പോകുന്നത് കുരിശാകൃതിയിലാണ്. കുരിശിന്റെ വഴി പ്രാർത്ഥന ചൊല്ലിയിട്ടുള്ളവർക്കറിയാം. നമ്മൾ ഇങ്ങനെ വായിക്കും, അവൻ 3 തവണ വീണു. 3 എന്നുള്ളത് പ്രാർത്ഥിക്കാൻ വേണ്ടി സഭ നിജപ്പെടുത്തി തന്ന, ചുരുക്കി തന്ന സംഖ്യയാണ്. 3 അല്ല, 30 വീണിട്ടുണ്ടാവും. 3 വീണാലും 30 വീണാലും 300 വീണാലും വീണവൻ വീണത് മുഖമിടിച്ചാണ്. മുഖമിടിച്ച് വീണത് കുർബാനയാവാനാണ്. ഒടുവിൽ മകന്റെ ചോര വീണുറഞ്ഞ മണ്ണിൽ ഒരു അമ്മയുടെ കണ്ണുനീര് പെയ്യുന്ന കാൽവരിയുടെ കഥനയാത്രയിൽ, കാൽവരി മലയുടെ നെറുകയിൽ ഈ കുരിശ് യാത്ര അവസാനിക്കുമ്പോ നെടുകയും കുറുകയും ഈ തടിക്കഷണങ്ങൾ ചേർത്ത് കെട്ടി കുരിശാക്കി അതിന്റെ മീതെ ഈ 33-കാരന്റെ വടുക്കളേറ്റ, തളർന്നു കിടക്കുന്ന അടിയേറ്റ ശരീരത്തെ കിടത്തിയിട്ട് കരചരണങ്ങൾ വലിച്ചു നീട്ടി 4-5 ഇഞ്ച് നീളമുള്ള കാരിരുമ്പിന്റെ ആണി കൈവെള്ളയിലല്ല, കൈത്തണ്ടയിൽ, ഇവിടെയാണ് ആണിയടിച്ചത്. കൈത്തണ്ടയിൽ ആണിയടിച്ച് അവനെ കുരിശിൽ തൂക്കാൻ ആണിയടിക്കുമ്പോ ചോര ചാലുകീറി ഒഴുകിയത് കുർബാനയാവാനാണ്. അവന്റെ വിലാവ് കുത്തി തുളയ്ക്കപ്പെട്ടത് കുർബാനയാവാനാണ്. മകൻ പ്രാണവേദന കൊണ്ട് നിലവിളിക്കുന്ന കുരിശുമരത്തിന്റെ താഴെ പെറ്റതള്ള ചങ്ക് പൊട്ടി നിന്നത് മകനെ കുർബാനയാക്കാനാണ്. അവന്റെ വിലാവിൽ നിന്ന് രക്തവും വെള്ളവും ഒഴുകിയത് കുർബാനയാവാനാണ്. അവന്റെ മുഖത്ത് കാറി തുപ്പുന്ന അനുഭവം അവൻ ഏറ്റത് കുർബാനയാവാനാണ്. ഒടുവിൽ അപ്പ നീ പോലും കൈവിട്ടോ എന്ന് പൊട്ടിക്കരഞ്ഞുകൊണ്ട് പ്രാണവേദനയോടെ മകൻ കുരിശിൽ കിടന്ന് ചക്രവാളങ്ങളിൽ തട്ടി പ്രതിധ്വനിച്ച മരണ നിലവിളി വിളിച്ച് നിന്റെ കരങ്ങളിൽ എന്റെ പ്രാണനെ ഏൽപ്പിക്കുന്നു എന്ന് പറഞ്ഞ് കണ്ണുപൂട്ടി മരിച്ചത് കുർബാനയാവാനാണ്.
ദുഃഖം കണ്ണുനീരായി പെയ്ത ആ സായം സന്ധ്യയിൽ വാടിയ ചേമ്പിൻതണ്ട് പോലെ തളർന്നു കിടന്ന മകന്റെ മൃതദേഹത്തെ മടിയിൽ കിടത്തി പെറ്റതള്ള പൊട്ടി പൊട്ടി കരഞ്ഞത് മകനെ കുർബാനയാക്കാനാണ്. കടം വാങ്ങിയ കല്ലറയിൽ അവനെ അടക്കിയത് കുർബാനയാക്കാനാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നിങ്ങൾ ശ്രദ്ധിച്ചേ, മരണവേദന എന്ന് പറഞ്ഞാൽ അത് കുറഞ്ഞു പോവും. മരണത്തെക്കാൾ വലുതാണ് എൻ്റെ വേദന എന്ന് പറഞ്ഞുകൊണ്ട് കരഞ്ഞ ഈശോയെ നിങ്ങൾ ഓർക്കണം. അങ്ങനെ കരഞ്ഞ് 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 ഉരുകി തീർന്ന് കാൽവരിയുടെ നെറുകയിൽ അവന്റെ ശരീരവും രക്തവും കീറി മുറിക്കുന്നതിന്റെ തലേരാത്രിയിൽ ശിഷ്യന്മാരെ 12 പേരെ ഒരുമിച്ചിരുത്തിയിട്ട് അവൻ പറഞ്ഞു, മക്കളെ, എൻ്റെ ശരീരം നാളെ കീറി മുറിക്കപ്പെടും, എൻ്റെ രക്തം നാളെ കുരിശിലൂടെ കാൽവരിയിലൂടെ ഒഴുകും. എൻ്റെ ശരീരമാണ് ഈ അപ്പം, എൻ്റെ രക്തമാണ് ഈ വീഞ്ഞ്, ഇത് നിങ്ങൾ ഭക്ഷിക്കണം, ഇത് നിങ്ങൾ കുടിക്കണം എന്ന് പറഞ്ഞ് ശരീരവും രക്തവും ഭക്ഷിക്കാനും പാനം ചെയ്യാനും വെച്ച് തീരെഴുതി ഒരു നൈവേദ്യം പോലെ നമുക്ക് നേരെ വെച്ച് നീട്ടിയിട്ട്, പ്രിയപ്പെട്ടവരെ, നമുക്ക് വീട് മതി, ജോലി മതി, മക്കള് മതി, മക്കളുടെ ആരോഗ്യം മതി, മക്കളുടെ പഠനം മതി, മക്കളുടെ എൻട്രൻസ് മതി, യേശുവിനെ വേണ്ട, യേശുവിന്റെ ശരീരം വേണ്ട, യേശുവിന്റെ രക്തം വേണ്ട. ഇത് മാരക പാപമല്ലേ? ചൊല്ലി പറഞ്ഞേ ഹല്ലേലൂയാ, ചൊല്ലി പറയേ ഹല്ലേലൂയാ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, മരണവേദന അനുഭവിച്ച് കൊല്ലപ്പെട്ട യേശു അവന്റെ ശരീരവും രക്തവും അൾത്താരകളിൽ ബലിയർപ്പിച്ച് വെച്ചു വിളമ്പുമ്പോ നമുക്കത് വേണ്ട. നമുക്കന്നേരം കവലയിൽ നിന്നാ മതി, നമുക്കന്നേരം പുറത്ത് നിന്നാ മതി, നമുക്കന്നേരം ഒത്തിരി അത്യാവശ്യങ്ങളുണ്ട്. ഞാൻ കണ്ടിട്ടുണ്ട് പ്രിയപ്പെട്ടവരെ, പരിശുദ്ധ കുർബാനയ്ക്കിടയ്ക്ക് മൊബൈലും കൊണ്ട് ഓടുന്നവരെ, കുർബാനയ്ക്കിടയ്ക്ക് മൊബൈൽ ഉപയോഗിച്ച് വാട്സപ്പും ഫേസ്ബുക്കും ഒക്കെ നോക്കുന്നവരെ ഞാൻ കണ്ടിട്ടുണ്ട്. എന്റെ പ്രിയപ്പെട്ടവരെ, ഞാൻ നിങ്ങളോട് ചോദിച്ചോട്ടെ, നിങ്ങൾ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയെ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾക്ക് ഫോൺ വന്നാൽ നിങ്ങൾ എടുക്കുമോ? നിങ്ങളൊരു പോലീസ് സൂപ്രണ്ടിന്റെ മുമ്പിൽ ഒരു പരാതി കൊടുക്കാനിരിക്കുമ്പോൾ നിങ്ങൾക്ക് ഒരു ഫോൺ വന്നാൽ 5 മിനിറ്റ് പോവോ? നിങ്ങളുടെ ദൈവം വെറും 7ആം കൂലി ആയതുകൊണ്ടല്ലേ നിങ്ങൾ അവന്റെ ബലി നടക്കുമ്പോൾ ഫോണുമായിട്ട് ഓടുന്നത്, നിങ്ങൾ വൈകി വരുന്നത്? എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നിങ്ങൾ ശ്രദ്ധിക്കണം. കർത്താവ് വില കൊടുത്ത് വേദനിച്ച് തന്ന സമ്മാനമാണിത്. ആ സമ്മാനത്തെ താഴ്ത്തി കെട്ടരുത്, അത് വേണ്ടെന്ന് പറയരുത്. അബ്യൂസിങ് ദ ഗിഫ്റ്റ് ഈസ് അബ്യൂസിങ് ദ ഗിവർ. സമ്മാനത്തെ നിന്ദിക്കുന്നത് സമ്മാനം തന്നവനെ നിന്ദിക്കുന്നതിന് തുല്യമാണ്. അതുകൊണ്ട് എൻ്റെ ഒന്നാമത്തെ ആശയം ഇതാണ്: വിശുദ്ധ കുർബാന തരാൻ വേണ്ടി ഈശോ സഹിച്ചതുപോലെ മറ്റൊന്നിനും വേണ്ടി ഈശോ സഹിച്ചിട്ടില്ല. നമുക്കത് വേണ്ടല്ലേ? നമ്മുടെ കുടുംബങ്ങൾക്കത് വേണ്ടല്ലേ? നമ്മുടെ മക്കൾക്കത് വേണ്ടല്ലേ? എന്നിട്ട് ദുരിതങ്ങൾ വരുമ്പോൾ നമ്മൾ പറയാണ്, കർത്താവേ, ജോലി താ, വീട് താ, മക്കളെ താ, ഞങ്ങൾക്ക് സമാധാനം താ. ഈശോ പറയും, മക്കളെ, പ്രാണൻ പൊട്ടി ഞാൻ നിങ്ങൾക്ക് എൻ്റെ ശരീരവും രക്തവും തന്നിട്ട് നിങ്ങൾക്ക് വേണ്ട, നിങ്ങൾക്ക് ജോലി മതിയല്ലേ? 10ാമത്തെ 20ാമത്തെ അനുഗ്രഹം മതി, നിങ്ങൾക്ക് 1ാമത്തെ അനുഗ്രഹം വേണ്ടേ? എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇനി രണ്ടാമതായിട്ട് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ചില കാര്യങ്ങളുണ്ട് പ്രിയപ്പെട്ടവരെ, നമ്മൾ ചെയ്യരുത് ഒരിക്കലും. എന്ന് വെച്ചാൽ, ഞാൻ നേരത്തെ പറഞ്ഞു, നമുക്കൊരു ഫോൺ വന്നാൽ നമ്മൾ എടുത്തോണ്ട് ഓടും കുർബാനയ്ക്കിടയ്ക്ക്. എത്രയോ പേരാണ് ദേവാലയത്തിൽ വൈകി വരാൻ ഒരു മടിയില്ലാത്തവര്. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഞാൻ ആരെയും വിധിക്കുകയല്ല, വിധിക്കാൻ എനിക്ക് അവകാശമില്ല. ഞാൻ ചില യാഥാർത്ഥ്യങ്ങൾ ചൂണ്ടിക്കാണിക്കാം. നിങ്ങൾ ദേവാലയത്തിൽ താമസിച്ചു വരുന്നു, നല്ലത്. നിങ്ങളത് ചിന്തിക്കാൻ വേണ്ടി ഞാൻ പറയാം. നിങ്ങളുടെ മകനോ മകൾക്കോ 10ാം ക്ലാസ്സിലെ പരീക്ഷയാണ്, 9:30 മണിക്ക് ഹോളിൽ കയറണം, 10 മണിക്ക് പോയാൽ മതിയെന്ന് നിങ്ങൾ ഏതെങ്കിലും അപ്പനും അമ്മയും പറഞ്ഞിട്ടുണ്ടോ ഇന്ന് വരെ? 9 മണിക്ക് നിങ്ങളുടെ കുഞ്ഞിന് സർജറിയാണ്, 7:30 അഡ്മിറ്റ് ചെയ്യണം. തിരുവനന്തപുരത്താണ് സർജറി, നിങ്ങൾ കടൂരിൽ നിന്ന് പോകണം. നിങ്ങൾ ഏതെങ്കിലും അപ്പനും അമ്മയും പറഞ്ഞിട്ടുണ്ടോ, ഡോക്ടറുടെ തോന്നിയാസത്തിന് ഓരോ സമയം വെച്ചാൽ ഇവിടെ പോകാൻ ആളെ കിട്ടത്തില്ല, ഞങ്ങൾ 11-ന് പോകുന്ന ആരെങ്കിലും പറയുമോ? വേണ്ട. ഒരു കല്യാണത്തിന് പോലും നിങ്ങൾ താമസിച്ചു പോകുമോ? പിക്നിക്കാണ്, വെളുപ്പിനെ 2:30 പള്ളിയിൽ നിന്ന് പിക്നിക്ക് പോകും. നിങ്ങൾ 2 മണിക്ക് എത്തില്ലേ? ആരെങ്കിലും പറയുമോ 3:30 ഞങ്ങൾ വരുമെന്ന്? നിങ്ങളുടെ മക്കൾക്ക് ഇന്റർവ്യൂ ആണ്, 10 മണിക്ക് ഇന്റർവ്യൂ, 10:30 ഞങ്ങൾ ചെല്ലുമെന്ന് നിങ്ങൾ ആരെങ്കിലും പറയുമോ? നിങ്ങളുടെ സകല കാര്യത്തിനും നിങ്ങൾക്ക് കൃത്യനിഷ്ഠയുണ്ടായിരുന്നു, നിങ്ങളുടെ ദൈവത്തിന്റെ കാര്യത്തിൽ നിങ്ങൾക്കൊരു സമയബോധം ഇല്ലല്ലോ. അതിന്റെ അർത്ഥം എന്താണ്? നിങ്ങളുടെ വീടിന് ആ ദൈവം വെറും വേസ്റ്റ് ആണെന്നല്ലേ, വെറും 7ആം കൂലിയാണെന്നല്ലേ, വെറും വിലകെട്ടവനാണെന്നല്ലേ, വെറും വിലയില്ലാത്തവനാണെന്നല്ലേ അതിന്റെ അർത്ഥം? നിങ്ങൾക്ക് ജോലി വലുതാണ്, നിങ്ങളുടെ മക്കൾ വലുതാണ്, ട്യൂഷൻ വലുതാണ്, നിങ്ങളുടെ ആരോഗ്യം വലുതാണ്, നിങ്ങളുടെ വരുമാനം വലുതാണ്, നിങ്ങളുടെ ജോലി സ്ഥലം വലുതാണ്. നിങ്ങൾക്ക് നിങ്ങളുടെ ദൈവം വെറും ചീപ്പായതുകൊണ്ടല്ലേ നിങ്ങൾ താമസിച്ചു വരുന്നത്? ചൊല്ലി പറഞ്ഞേ ഹല്ലേലൂയാ, ഹൃദയം തുറന്ന് ഹല്ലേലൂയാ, ഹല്ലേലൂയാ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ,
കർത്താവ് ഈ രാത്രിയിൽ നമ്മളോട് പറയാൻ ആഗ്രഹിക്കുന്നത്, സാത്താൻ ചില തെറ്റായ ബോധ്യങ്ങൾ നമ്മുടെ തലയിൽ കുത്തിവെച്ചിട്ടുണ്ട്. ഇനി ഒരുപാട് പേരുടെ പരാതി എന്താണെന്നറിയാമോ? ഇത് ഒരുപാട് നീണ്ടുപോകുന്നു, ഇതെപ്പോൾ തീരും? ഒരുപാട് പേരുടെ പരാതി അതാണ്. ഇത് നട്ടെല്ല് പൊട്ടുന്നു, ഞങ്ങൾക്ക് ഭയങ്കര വേദനയാണ്, കാലിന് വേദനയാണ്, കൈക്ക് വേദനയാണ്. പ്രിയപ്പെട്ടവരെ, ഒരു കാലത്ത് ഞാനും അങ്ങനെ ചിന്തിച്ചിട്ടുണ്ട്. ഞാനങ്ങനെ വിചാരിച്ചിട്ടുണ്ട്, ദൈവമേ, ഇതിന് മാത്രം മനുഷ്യനെ എന്തിനാ ബുദ്ധിമുട്ടിക്കുന്നത്? ചെറിയ 10-15 മിനിറ്റ് കൊണ്ട് ചെറിയ കുർബാനയൊക്കെ ചൊല്ലി ആളുകളെ വിട്ടൂടെ? പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ദൈവം എനിക്ക് മറുപടി തന്നു. ഞാൻ ആ മറുപടി നിങ്ങളോട് പറയാം. ദൈവം ചോദിക്കുന്നത് ഇങ്ങനെയാണ്: മക്കളെ, നിങ്ങൾ എന്താണ് ബലിപീഠത്തിൽ ആഘോഷിക്കുന്നത്? നിങ്ങൾ ഞായറാഴ്ച വന്നിട്ട് എന്താ ഓർക്കുന്നത്? കർത്താവേ, നിന്റെ മരണമാണ് ഓർക്കുന്നത്. എൻ്റെ മരണം എന്താണെന്ന് നിനക്കറിയാമോ? എൻ്റെ മരണം ജെറുസലേം ദേവാലയത്തിൽ 2 ലക്ഷം കുഞ്ഞാടുകളെ പെസഹാ തിരുനാളിന് 1 വർഷം കൊല്ലുമായിരുന്നു. ഞാൻ വെറുതെ ചുമ്മാ ഒരു കണക്ക് പറയല്ല, നിങ്ങൾ ചരിത്രം വായിച്ചു നോക്കണം. 2 ലക്ഷം ആടിനെ 1 പെസഹാ തിരുനാളിന് കൊല്ലുമായിരുന്നു ജെറുസലേമിൽ യേശുവിൻ്റെ കാലത്ത്. 2 ലക്ഷം ആട് അനുഭവിച്ച വേദനയേക്കാൾ വലുതായിരുന്നു ഈശോ കുരിശിൽ അനുഭവിച്ച വേദന. അപ്പൊ ഈശോ പറയുകയാണ്, മോനെ, മക്കളെ, വിശുദ്ധ കുർബാന എന്ന് പറഞ്ഞ് നീ ആഘോഷിക്കുന്നത്, നീ ആചരിക്കുന്നത് കുഞ്ഞാടിന്റെ കഴുത്തറക്കപ്പെട്ടതിന്റെ ഓർമ്മയാണ്. കുഞ്ഞാടിന്റെ കഴുത്തറക്കപ്പെട്ടപ്പോ കുഞ്ഞാടിന് അതൊരു എന്റർടൈൻമെന്റ് ഈവന്റ് ആയിരുന്നില്ല. കുഞ്ഞാടിന് അത് വളരെ രസകരമായ ഒരു അനുഭവം ആയിരുന്നില്ല. കുഞ്ഞാട് കിടന്ന് പിടയുകയായിരുന്നു. ഞാൻ പിടഞ്ഞു മരിച്ചതിന്റെ ഓർമ്മയാണ് നീ ആഘോഷിക്കുന്നതെങ്കിൽ നിനക്ക് സുഖിച്ച് ആഘോഷിക്കണോ? ഞാൻ പിടഞ്ഞു മരിച്ചതിന്റെ ഓർമ്മ നിനക്ക് ഭയങ്കര ആനന്ദത്തിൽ സുഖിച്ച് സന്തോഷിച്ച് ഇരുന്ന് കിടന്ന് ആഘോഷിക്കണോ? നട്ടെല്ല് പൊട്ടി കുർബാനയ്ക്ക് നിൽക്കണം. പൊട്ടി വേദനിക്കുന്ന ഉരുകുന്ന കാലും ചവിട്ടി കുർബാനയ്ക്ക് നിൽക്കണം. പുറം പൊളിഞ്ഞ് വേദന എടുക്കുമ്പോഴും കുർബാനയ്ക്ക് നിൽക്കണം. ഇരിക്കാൻ തോന്നുമ്പോഴും നിൽക്കണം. കാലിൽ വാദം പിടിച്ച, ഡയബറ്റിക് ബാധിച്ച നിങ്ങളുടെ ശരീരം, വാദം പിടിച്ച നിങ്ങളുടെ കാല്, കണ്ണി അകന്ന നിങ്ങളുടെ നട്ടെല്ല്, അതൊക്കെ കൊണ്ട് കുർബാനയ്ക്ക് നിൽക്കണം. പ്രിയപ്പെട്ടവരെ, കർത്താവിന്റെ സൗഖ്യം നിങ്ങളിലേക്ക് വരുന്നത് എങ്ങനെയാണെന്ന് നിങ്ങൾ അറിയും. ചൊല്ലി പറഞ്ഞേ ഹല്ലേലൂയാ. കേരളത്തിലെ ഒരു വൈദികൻ ശമാശനായി അച്ഛനാവാൻ പോകുന്നതിന്റെ ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് ആ അച്ഛൻ വീട്ടിലേക്ക് ചെന്ന് അദ്ദേഹത്തിന്റെ പട്ടം കോട ശുശ്രൂഷയ്ക്ക് വേണ്ട ഒരുക്കങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്ന സമയത്ത് അദ്ദേഹത്തിന്റെ അമ്മ ബോധം കെട്ടു വീണു. അമ്മയും കൊണ്ട് ആശുപത്രി ചെന്നു. അവിടുന്ന് കോഴിക്കോട് നിംസ് ആശുപത്രിയിലേക്ക് റെഫർ ചെയ്തു. അവിടെ ചെല്ലുമ്പോൾ ഡോക്ടേഴ്സ് പരിശോധിച്ചിട്ട് സ്കാനിങ്ങിന് ശേഷം അവർ പറയാണ്, അമ്മയുടെ തലച്ചോറിൽ പഴകിപ്പോയ ട്യൂമറാണ്, എത്രയും വേഗം ഓപ്പറേറ്റ് ചെയ്യണം. സർജറി ചെയ്താൽ പോലും 50% സാധ്യതയുള്ളൂ. വേദനിക്കുന്ന ഹൃദയത്തോടെ ഒരു ഓപ്പറേഷന്റെ ഡേറ്റ് ചോദിച്ചു. ഓപ്പറേഷന്റെ ഡേറ്റ് കിട്ടിയപ്പോൾ അവർ ഞെട്ടി. ഈ ശമാശൻ എന്നാണോ പട്ടം വാങ്ങുന്നത് ആ ഡേറ്റാണ് അമ്മയുടെ ഓപ്പറേഷന്റെ ഡേറ്റ്. അവർ നേരെ പിതാവിനെ കാണാൻ അരമന ചെന്നു. പിതാവ് പറഞ്ഞു, അമ്മച്ചിയുടെ ഓപ്പറേഷൻ നടക്കട്ടെ, 2 മാസം കഴിഞ്ഞ് പട്ടം കൂടെ മാറ്റിവെക്കാൻ പറഞ്ഞു. വീട്ടിലേക്ക് ആ തീരുമാനവുമായിട്ട് അവർ തിരിച്ചു വരുമ്പോൾ കാറിന്റെ പിൻസീറ്റിലിരിക്കുന്ന അമ്മ ബോധം തിരിച്ചു കിട്ടി ഏതോ ഇടവേളയിൽ മകന്റെ കയ്യിൽ പിടിച്ചുകൊണ്ട് മകനോട് ചോദിച്ചു, മോനെ, പിതാവ് എന്ത് പറഞ്ഞു? മോൻ പറഞ്ഞു, അമ്മയുടെ ഓപ്പറേഷൻ നടക്കട്ടെ എന്ന് പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് 2 മാസം കഴിഞ്ഞ്. അപ്പൊ അമ്മ പെട്ടെന്ന് പറയണം, അങ്ങനെ പറയരുത്. ഒരു വ്യാഴവട്ടക്കാലം എൻ്റെ മകൻ അൾത്താരയിലേക്ക് കയറുന്നത് കാണാനുള്ള ആഗ്രഹം കൊണ്ടാണ് അമ്മ കരഞ്ഞ് കാത്തിരുന്ന ഒരു മെഴുകുതിരി പോലെ ഉരുകി കാത്തിരുന്നത്. മകൻ അച്ഛനാവുന്നത് കാണാനുള്ള ആഗ്രഹം കൊണ്ടാണ്. മോനെ, അത് നടക്കുന്നതിന് മുമ്പ് അമ്മയെങ്ങാനും മരിച്ചുപോയാൽ അമ്മയുടെ ആത്മാവിന് പോലും സ്വസ്ഥത കിട്ടില്ല കുഞ്ഞെ എന്ന് പറഞ്ഞ് അമ്മ കരയുമ്പോൾ അമ്മയെ സമാധാനിപ്പിച്ച് അമ്മ വിഷമിക്കാതെ അമ്മയുടെ നിർബന്ധത്തിന് വഴങ്ങി ഓപ്പറേഷൻ മാറ്റിവെച്ചു. പഴയ തീരുമാനിച്ച ഡേറ്റിൽ പട്ടംകോട ശുശ്രൂഷ നടക്കാണ്. സീറോ മലബാർ സഭയിലെ അച്ഛനാണ്. രാവിലെ പട്ടംകോട ശുശ്രൂഷ, ഉച്ച കഴിഞ്ഞ് അച്ഛൻ്റെ ആദ്യത്തെ കുർബാന. മനീഷ് എന്നാണ് ഈ അച്ഛൻ്റെ പേര്. പ്രിയപ്പെട്ടവരെ, അമ്മയ്ക്ക് എഴുന്നേറ്റ് നിൽക്കാൻ വയ്യ. അമ്മ കൂനിക്കൂടി ഒരു കസേരയിൽ ഇരിക്കുകയാണ്. അച്ഛൻ്റെ ഈ ശമാശന്റെ അപ്പൻ അച്ഛനെ കൊണ്ടുവന്ന് പിതാവിന്റെ കയ്യിൽ അബ്രഹാം ഇസഹാക്കിനെ ബലി കഴിക്കാൻ കൊടുക്കുന്നത് പോലെ കൊടുത്തു. പട്ടംകോട ശുശ്രൂഷ നടന്നു. കരഞ്ഞുകൊണ്ട് അമ്മ ഇത് കാണുകയാണ്. ഉച്ച കഴിഞ്ഞിട്ട് ഈ അച്ഛൻ ആദ്യത്തെ ബലിയർപ്പിക്കുകയാണ്. ആദ്യത്തെ ബലിയർപ്പിക്കുമ്പോൾ അച്ഛൻ ബലിയർപ്പണത്തിന്റെ മധ്യേ ഈശോ തിരുശരീരവും തിരുരക്തവുമായി അപ്പത്തെയും വീഞ്ഞിനെ രൂപാന്തരപ്പെടുത്തി പ്രാർത്ഥന ചൊല്ലുകയാണ്. ഈശോ താൻ ഒറ്റിക്കൊടുക്കപ്പെട്ട രാത്രിയിൽ തൃക്കരങ്ങളിൽ അപ്പമെടുത്ത്, ആരാധ്യനായ പിതാവേ, അങ്ങയുടെ സന്നിധിയിലേക്ക് കണ്ണുകൾ ഉയർത്തി വാഴ്ത്തി വിഭജിച്ച് ശിഷ്യന്മാർക്ക് കൊടുത്തുകൊണ്ട് അച്ഛന് പ്രാർത്ഥിക്കാൻ പറ്റുന്നില്ല. അച്ഛൻ കരയുകയാണ്. എഴുന്നേറ്റ് നിൽക്കാൻ പോലും പ്രയാസപ്പെടുന്ന അമ്മ, ഒരു കസേരയെ കൂനിക്കൂടിയിരിക്കുന്ന അമ്മ കൈ ഇങ്ങനെ ആയാസപ്പെട്ട് ഉയർത്തിയിട്ട് ഈ അമ്മ എടുക്കാവുന്ന അത്രയും ശബ്ദത്തിൽ ഇങ്ങനെ ഉറക്കെ കരയാണ്, എൻ്റെ മകൻ മനീഷച്ചന്റെ കയ്യിലിരിക്കുന്ന ഈശോയെ, അൾത്താര വിട്ടിറങ്ങി വന്ന് എന്നെ തൊട്ട് സുഖപ്പെടുത്തണ്ട ഈശോയെ എന്ന് പറഞ്ഞ് കരയുകയാണ്.
പള്ളിക്കകത്ത് കൂട്ട നിലവിളിയായി. എങ്ങനെയോ ഈ അച്ഛൻ കുർബാന ചൊല്ലി തീർത്തു. കോട്ടയം വടവാതൂർ സെമിനാരിയിൽ 10-400 ഷമ്മാശന്മാരെ സാക്ഷി നിർത്തി മനീഷ് എന്ന കൊച്ചച്ഛൻ ഒരു സ്കാനിംഗ് റിപ്പോർട്ട് ഉയർത്തി കാണിച്ചു. കോഴിക്കോട് നിംസ് ആശുപത്രിയിലെ അതീവ വിദഗ്ധരായ ഡോക്ടേഴ്സ് എൻ്റെ അമ്മച്ചിയുടെ തലച്ചോറിൽ പഴകിപ്പോയ ട്യൂമറാണെന്ന് വിധി എഴുതിയ സ്കാനിംഗ് റിപ്പോർട്ട്. വീർപ്പടക്ക് നിശബ്ദരായിട്ട് ഷമ്മാശന്മാരിങ്ങനെ നോക്കി നിൽക്കുമ്പോ ഈ അച്ഛൻ അത് താഴെ വെച്ചിട്ട് മറ്റൊരു സ്കാനിംഗ് റിപ്പോർട്ട് എടുത്ത് ഉയർത്തി കാണിച്ചു. ഞാൻ ആദ്യത്തെ ബലിയർപ്പിക്കുമ്പോ, ഞാൻ സ്ഥാപന വചനങ്ങൾ ഉച്ചരിക്കുന്ന സമയത്ത് എൻ്റെ തൊണ്ടയിടറി ഞാൻ കരഞ്ഞപ്പോ എൻ്റെ അമ്മ കൂനിക്കൂടിയിരുന്ന എൻ്റെ അമ്മ, എൻ്റെ മകൻ മനീഷച്ചൻ്റെ കയ്യിലിരിക്കുന്ന എൻ്റെ ഈശോയെ നീ ഒന്നിറങ്ങി വന്ന് എന്നെ തൊട്ട് സുഖപ്പെടുത്തണേ എന്ന് പറഞ്ഞ് കരഞ്ഞപ്പോ എന്നോടൊരു വാക്കിന്റെ അനുവാദം പോലും ചോദിക്കാതെ എൻ്റെ വിരൽത്തുമ്പിൽ നിന്ന് ഊർന്നിറങ്ങി എൻ്റെ കർത്താവ് എൻ്റെ അമ്മച്ചിയുടെ അടുത്തേക്ക് ചെന്ന് എന്തിനാണ് എൻ്റെ അമ്മയെ കരയുന്നതെന്ന് ചോദിച്ച് എൻ്റെ അമ്മയുടെ ശിരസിലേക്ക് അവൻ്റെ മുറിപ്പെട്ട കരം വെച്ചിട്ട് ഒരു അടയാളം പോലും അവശേഷിപ്പിക്കാതെ എൻ്റെ അമ്മച്ചിയുടെ തലച്ചോറിലെ ട്യൂമർ തുടച്ചു മാറ്റിയെന്ന് അതേ ആശുപത്രിയിലെ അതേ ഡോക്ടേഴ്സ് വിധി എഴുതിയ സ്കാനിംഗ് റിപ്പോർട്ട്. ചേർന്ന് പറയാം ഹല്ലേലൂയാ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, പരിശുദ്ധ കുർബാന യേശുവിന്റെ ശരീരമാണ്, യേശുവിന്റെ രക്തമാണെന്ന് നീ വിശ്വസിച്ചാൽ നിന്നിൽ അത്ഭുതം സംഭവിക്കും. ഞാൻ ഇന്നലെ പറഞ്ഞു, പുതിയ നിയമത്തിലെ സകല കൃപകളും ഒഴുകുന്നത് വിശ്വാസത്തിലൂടെയാണ്. തലയ്ക്കകത്ത് ഈ വിശ്വാസം പോരാ, നിന്റെ ചങ്കിൽ നീ വിശ്വസിക്കണം. ഇന്ന് ദിവ്യകാരുണ്യ പ്രദക്ഷിണം നടക്കും. ഞാൻ ആദ്യത്തെ ദിവസം നിങ്ങളോട് പറഞ്ഞു, ഒരമ്മ, രക്തസ്രാവത്തിന്റെ രോഗമുള്ള ഒരമ്മ തിരുവോസ്തിയും കൊണ്ട് അച്ഛൻ പോയപ്പോ അച്ഛന്റെ തിരുവസ്ത്രത്തിന്റെ മുമ്പിൽ തൊട്ടിട്ട് എൻ്റെ കർത്താവേ എന്ന് പറഞ്ഞ് കരഞ്ഞു. ക്ഷണനേരം കൊണ്ട് ആ രോഗം വിട്ടുപോയി. പ്രിയപ്പെട്ടവരെ, പരിശുദ്ധ കുർബാനയിൽ യേശുവാണ്, പരിശുദ്ധ കുർബാനയിൽ ജീവിക്കുന്ന ദൈവമാണ്. ആ ദൈവം നമ്മുടെ കണ്ണുനീരിലേക്ക്, ഏത് തകർച്ചയിലേക്കും ആ ദൈവം ഇടപെടും. ആ ദൈവത്തിന്റെ അത്ഭുത ശക്തി ജീവിതത്തിലെ ഏത് തകർച്ചയിലേക്കും കടന്നു വരും. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ കാലഘട്ടത്തിൽ പരിശുദ്ധ കുർബാനയിൽ നിന്ന് ദൈവജനത്തെ അകറ്റാൻ സാത്താൻ ഒരുപാട് പരിശ്രമിച്ചു കൊണ്ടിരിക്കുന്നു. ഈ കൺവെൻഷന്റെ സമാപന രാത്രിയിൽ ഒറ്റ കാര്യം പറഞ്ഞുകൊണ്ടാണ് ഇത് അവസാനിക്കുന്നത്: നിങ്ങൾ ബലിപീഠങ്ങളിലേക്ക് തിരികെ മടങ്ങുക. മലാഖിയുടെ പുസ്തകത്തിൽ കർത്താവ് പറഞ്ഞു, എന്റെ നാമത്തെ നിന്ദിക്കുന്ന മക്കളെ, നിങ്ങൾക്കെതിരെ എനിക്കൊന്ന് പറയാനുണ്ട്. നിങ്ങൾ എൻ്റെ ബലിപീഠത്തെ നിസാരമെന്ന് കരുതി. മലാഖി 1:11 കർത്താവ് പറയുകയാണ്, എൻ്റെ നാമത്തെ നിന്ദിക്കുന്ന മക്കളെ, എനിക്ക് പറയാനുണ്ട്, നിങ്ങൾ എൻ്റെ ബലിപീഠത്തെ നിസ്സാരമാണെന്ന് കരുതി. മലിനമായതിനെ നിങ്ങൾ എൻ്റെ ബലിപീഠത്തിൽ വെച്ചു. മലിനമായ ശരീരത്തോടെ, മലിനമായ മനസ്സോടെ, മലിനമായ ജീവിതത്തോടെ കർത്താവിന്റെ ആലയത്തിൽ വന്ന് ഒരു വിലയുമില്ലാതെ അവന്റെ ബലിപീഠത്തെ നിസ്സാരമായിട്ട് കരുതി. പ്രിയപ്പെട്ടവരെ, ഒരൊറ്റ കുർബാന കൊണ്ട് നിന്റെ വീട് രക്ഷപ്പെടും. എനിക്ക് 100 കണക്കിന് അനുഭവങ്ങളുണ്ട് പറയാൻ. ഞാൻ സമയത്തിന്റെ പരിമിതി കൊണ്ട് അതിലേക്കൊന്നും പോകുന്നില്ലെന്നേ ഉള്ളൂ. എനിക്കൊരു 100 അല്ല പ്രിയപ്പെട്ടവരെ, എൻ്റെ ജീവിതം മുഴുവൻ ഈ അനുഭവങ്ങളാണ്. ബലിയർപ്പിച്ച് കരഞ്ഞ ഒരൊറ്റ കേസിൽ ദൈവം ഇടപെടാതിരുന്നിട്ടില്ല. ചേർന്ന് പറയാം ഹല്ലേലൂയാ. നമുക്ക് എഴുന്നേറ്റ് നിൽക്കാം. പ്രിയപ്പെട്ടവരെ, ഈ നിമിഷങ്ങളിൽ നമ്മൾ പ്രാർത്ഥിക്കാൻ പോവുകയാണ്. ദൈവം ഇന്ന് പരിശുദ്ധ കുർബാനയുടെ ആരാധനയിലൂടെ നിങ്ങൾ വിശ്വസിക്കാൻ നിങ്ങളുടെ ഹൃദയം തുറക്കപ്പെട്ടാൽ കർത്താവിന്റെ ശക്തി നിങ്ങൾ ഇന്ന് കാണും. ദൈവം നിങ്ങളുടെ ആന്തരിക കണ്ണുകൾ തുറക്കും. കർത്താവിന്റെ ശക്തി നിങ്ങളിലേക്ക് വരും. ദൈവം